ഗസ്റ്റ് GC കണ്ണൂർ. ഗസ്റ്റ് വന്നില്ലല്ലോ. ജിതിൻ സാറിനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഗസ്റ്റ് നേരത്തെ ജോയിൻ ചെയ്തത് നല്ലതല്ലേ? അതെ പറയാം. ലാവണ്യ വന്നല്ലോ. കേറിയല്ലേ? ഓക്കെ. നമുക്കൊരു 5 minutes കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. 10 minutes. ഓക്കെ. ലാവണ്യ നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ഷനോജ്, ഞാൻ സിയാക് ബാംഗ്ലൂരിന്റെ. ഓക്കെ. ലാവണ്യ എവിടെ? അനന്തയിലാണോ? അതെ ഞാൻ എന്തില്ല. ഓ അതെ അല്ലേ. അതെ. ഗുഡ്. അപ്പൊ നല്ല ഫുഡെല്ലാം ആയിരിക്കും. ഫുഡ് അടിപൊളിയാണ്. സൂപ്പർ.
ഒരു ഫ്യൂ മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് എല്ലാവരും എത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 35 സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? ഒരു 35 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So good evening everyone. A very warm welcome to all present here. On behalf of SEAC GCK Alumni Association, I am delighted to welcome you all to the second episode of our Career Talk series. This initiative is aimed at connecting our accomplished alumni with current students so that we can learn from their journeys, experiences, and insights. We are truly honored to have with us our chief guest, Shanoj Podwar from SEAC Bangalore. So for this session, I invite our chief guest to share a few words with the audience. Sir? താങ്ക് യു ഹനീൻ. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ഷനോജ്. ഞാൻ 99-2003 ബാച്ച് നമ്മുടെ കണ്ണൂർ പാസ് ഔട്ടാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സിയാക്കിന്റെ ബാംഗ്ലൂർ ചാപ്റ്ററിനെ റെപ്രസെൻറ്റേറ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ഹനീൻ ആൻഡ് ടീം, ഇങ്ങനെയുള്ള ഒരു സെഷൻസ് അറേഞ്ച് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിറങ്ങി പുറത്തേക്ക് വരുമ്പോഴേക്കും ഓൾറെഡി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോഴുള്ള ആ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജസ്റ്റ് നിങ്ങൾ കരിക്കുലത്തിൽ പഠിക്കുന്നത് മാത്രമല്ല എഞ്ചിനീയറിംഗ്. കാരണം എഞ്ചിനീയറിംഗ് ആകെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, എയും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ഹനീൻ ടീം. ഈ സെഷൻസ് ഇങ്ങനെ ഒരുപാട് സെഷൻസ് നിങ്ങൾ നടത്താൻ സാധിക്കട്ടെ. സെക്കൻഡ്, ഞങ്ങൾ സിയാക്കും പ്ലേസ്മെന്റ് സെല്ലിനോട് ഈ ഒരു സെഷൻ നടത്താൻ വേണ്ടിയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. സിയാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കുട്ടികൾക്കെല്ലാം അറിയായിരിക്കും. സിയാക്ക് എന്ന് പറഞ്ഞാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അലുമിനി അസോസിയേഷൻ കണ്ണൂരിൽ നിന്ന് പാസ് ഔട്ട് ആയ, അതായത് 1990 നമ്മുടെ ഫസ്റ്റ് ബാച്ച് മുതൽ 2025 35 ഇയേഴ്സ് ഓഫ് ലെഗസിയാണ് സിയാക്കിനുള്ളത്. നമ്മൾ എത്രയോ വർഷങ്ങളായി നമ്മുടെ കോളേജിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒരു പ്രോപ്പർ വേയിൽ ഇൻ ദ ഫോം ഓഫ് എൻ അസോസിയേഷൻ ഫോം ചെയ്ത് ഒഫീഷ്യലി ഓഫീസ് ബെയറേഴ്സ് ഒക്കെ ആയിട്ട് വളരെ ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ കോളേജിന്, അതായത് എസ്പെഷ്യലി കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ അവരുടെ ടെക്നിക്കൽ സ്കിൽസ്, അതുപോലെ സോഫ്റ്റ് സ്കിൽസ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പാസ് ഔട്ട് ആയിട്ട് ഒരു എഞ്ചിനീയറിംഗ് റിയൽ വേൾഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങൾ, ഹൗ യു ക്യാൻ ബി പ്രിപ്പയർഡ് ടു ഫേസ് ദ റിയൽ എഞ്ചിനീയറിംഗ് വേൾഡ്, അത് നമ്മൾ സിയാക്ക് എപ്പോഴും റെഡിയാണ്. ഹനീൻ നമ്മളെ കോൺടാക്ട് ചെയ്തപ്പോഴും സ്പീക്കേഴ്സിനെ അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിലായാലും അതുപോലെ നിങ്ങൾക്ക് വേണ്ട മറ്റെന്ത് ഹെൽപ്പിനും നമ്മൾ സിയാക്ക് എപ്പോഴും റെഡിയാണ്. അപ്പൊ നമുക്കൊരു, ഞാൻ പറഞ്ഞ മാതിരി ഒരു 35 ഇയേഴ്സിന്റെ ലെഗസി ഉണ്ട് 1990 to 2025 എന്നുള്ളത്. അപ്പൊ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ഒരുപാട് അലുമിനി പല ഫീൽഡിൽ, പല മേഖലകളിൽ, പല പൊസിഷൻസിൽ വർക്ക് ചെയ്യുന്ന എന്റർപ്രണേഴ്സ് ആയാലും, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ, അതുപോലെ ഇപ്പോഴും പാസ് ഔട്ട് ആയിട്ട് കയറിയ ആളും, അതുപോലെ തന്നെ IAS IPS ഏത് മേഖലയിലും നമ്മുടെ അലുമിനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ സിയാക്കിന്റെ മെമ്പേഴ്സ് ആണ്. നമ്മളെല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് എന്ത് ഹെൽപ്പ്, ഏത് രീതിയിലുള്ള ഹെൽപ്പ് വേണമെങ്കിലും സിയാക്ക് ഈസ് ഓൾവേസ് റെഡി. അപ്പൊ ഇന്നീ സെക്ഷനിലേക്ക് തന്നെ ചീഫ് ഗസ്റ്റായി വിളിച്ചതിൽ ഹനീൻ താങ്ക് യു വെരി മച്ച്. കുട്ടികളൊക്കെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. സിയാക്ക് ബാംഗ്ലൂർ കഴിഞ്ഞ ഒരു 2016 മുതൽ കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ്. ബാംഗ്ലൂരിൽ നിങ്ങൾ പാസ് ഔട്ട് ആയിട്ട് വരുന്ന ഏതൊരു കുട്ടിക്കും ഇവിടെ എന്ത് ഹെൽപ്പും, നമ്മുടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ടെക്നിക്കൽ, ആർട്ട്, സ്പോർട്സ്,
ഇവിടെ ബാംഗ്ലൂരിൽ സ്വന്തമായി സ്പോർട്സ് ക്ലബും ഫുട്ബോൾ ടീമും ഒക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് പാസ് ഔട്ട് ആയി വരുന്ന കുട്ടികൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാൻ സിയാക് ബാംഗ്ലൂർ ഈസ് ഓൾവേസ് റെഡി. അതുപോലെ നമ്മുടെ എക്സ്പേർട്ടായ ടെക്നിക്കൽ ടീം അതുപോലെ മെമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെഷൻസ് എടുക്കാനും അതുപോലെ ഇന്റർവ്യൂ ടിപ്സ് തരാനും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന്റെ ഹെൽപ്പിനും ഒക്കെ വി ആർ ഓൾവേസ് റെഡി. നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും സിയാക്കിനെ ബന്ധപ്പെടാം, സിയാക് ബാംഗ്ലൂരിനെ ബന്ധപ്പെടാം. എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഹനീന്റെ കയ്യിലുണ്ട്. സോ വി ആർ ഓൾവേസ് ദ. പിന്നെ ഇന്നത്തെ ഈ സെഷൻ കൺഗ്രാജുലേഷൻസ് ലാവണ്യ, ബിക്കോസ് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എസ്പെഷ്യലി ഒരു ബാംഗ്ലൂരിലെ ഒരാളായ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഗൂഗിളായിട്ട് വളരെ അടുത്ത ബന്ധം. എൻ്റെ വൈഫ് ഗൂഗിളിലാണ്, അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഹൗ ടു ബി ദർ. വാട്ട് ലാവണ്യ ഹാസ് അച്ചീവ്ഡ് ഈസ് എ വെരി ഗ്രേറ്റ് അച്ചീവ്മെന്റ്. കാരണം അവള് ചെറിയൊരു പ്രായത്തിൽ തന്നെ ഗൂഗിളിൽ എത്തിപ്പെടുക എന്നുള്ളത്, ബാംഗ്ലൂരിൽ എത്തിപ്പെടുന്ന ഏതൊരു IT ആരുടെ സ്വപ്നമാണ് ഗൂഗിൾ. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി ടു ബി ദർ. വാട്ട് ലാവണ്യ ഈസ് ടുഡേ, lot of hard work. She will explain the story, but it's lot of hard work. Consistent ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്കും ക്വിക്ക് ലേണിങ്ങും ഡീപ്പ് ആയിട്ടുള്ള ലേണിങ്ങും അതൊക്കെ അതിന് ആവശ്യമാണ്. കാരണം സാധാരണ ഒരു കമ്പനിയിൽ എത്തിപ്പെടുന്ന മാതിരി അല്ല ഗൂഗിളിൽ. അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ വേറെയാണ്, പക്ഷെ അവിടെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു ജേർണി നിങ്ങൾക്കൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. കാരണം ഒരു പാസ് ഔട്ട് ആയിട്ട് അവർ എങ്ങനെ ഗൂഗിളിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. സോ കൺഗ്രാജുലേഷൻ ടു ഹെർ. ആൻഡ് ഈ സെഷൻ അറേഞ്ച് ചെയ്ത ഹണിമൻ ടീം, കൺഗ്രാജുലേഷൻ ടു യു ആൻഡ് താങ്ക് യു ഓൾ. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും സിയാക്ക് ഈസ് ഓൾവേസ് ദർ. സിയാക്കിന്റെ ഞാൻ പറഞ്ഞ മാതിരി അലുമിനി, നിങ്ങൾക്ക് എന്ത് ഞാൻ പറഞ്ഞ ആക്ടിവിറ്റീസ് മുഴുവൻ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. അപ്പോൾ വിൽ കീപ് ഇൻ ടച്ച്. ഹനീൻ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ലാവണ്യ, ലുക്കിംഗ് ഫോർവേഡ് ഫോർ യുവർ സെഷൻ. Thank you for your kind words, Shannon, sir. So, നമ്മുടെ സ്പീക്കറിനെ പരിചയപ്പെടാം. It gives me great pleasure to now introduce today's speaker, Ms. Lavanya EV, one of the most distinguished alumni of our institute. So, she's working as a data engineer at Google, which is a big thing. And she has experience at working at organizations like Tiger Analytics and Siemens, constantly redefining her growth path. So, I will list her accomplishments here for a while. She is a recipient of the GSC Scholar Award 2021, winner of the IEEE UPE Award, and semi-finalist at the Microsoft Fixathon, and honored as the best outgoing woman in engineering, SHE GCK. So I now warmly invite Ms. Lavanya to take over the session and inspire us with her journey. Over to you, ma'am. Yeah, thanks a lot much, Haneen, for having me. And thanks a lot, Shanod sir, for that sweet introduction about me. So I would just like to meet your wife. Like wife from Google ആണെന്ന് പറഞ്ഞു. I would like to meet her. Sure. അനന്തയിലാണോ? അനന്തയിലല്ല. We'll discuss later. Okay, sure. Thank you. I was very excited. Yeah. So ഈ ഒരു സെഷനിൽ എനിക്കൊന്ന് എല്ലാ ഇയേഴ്സിലെ പിള്ളേരും ഉണ്ടെന്ന് തോന്നുന്നു. And I think maybe some of the alumni also. And എനിക്ക് ആക്ച്വലി ഈ ഒരു സെഷൻ കുറച്ചും കൂടി Q&A ടൈപ്പ് ആയിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം I would like to everyone to ask the questions in the chat so that I can reply accordingly. Like I'm sure that you will be having a lot of questions, like how I got into it and all those things. A lot of things will be there. So ഞാൻ എൻ്റെ ജേർണീനെ പറ്റി ഞാൻ തുടങ്ങാം. And please ask me a lot of questions so that I can talk according to that. So yeah, ഞാൻ ആക്ച്വലി 2018 to 2022 ബാച്ചാണ്. 2022 ഞാൻ പാസ് ഔട്ട് ആയത്. 2018 ഞാൻ GC കണ്ണൂരിൽ ജോയിൻ ചെയ്തു ആസ് എ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച്. സോ ജോയിൻ ചെയ്ത സമയത്ത് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ന്യൂ. കമ്പ്യൂട്ടർ സയൻസ് എടുത്തതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ആ സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് ഭയങ്കര ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിരുന്നു. അല്ലാണ്ട് എനിക്ക് കമ്പ്യൂട്ടറിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെയൊന്നുമല്ല. ഇറ്റ് വാസ് എ ബൂമിംഗ് ഫീൽഡ് ആൻഡ് ഐ വാസ് ഹാവിംഗ് വെരി ഗുഡ് മാർക്സ് ഇൻ മൈ സ്കൂൾ ആൻഡ് ഓൾ. സോ ഐ വാണ്ടഡ് ടു ഡു കമ്പ്യൂട്ടർ സയൻസ്, ദാറ്റ്സ് ഇറ്റ്. സോ അങ്ങനെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വന്നു. GC കണ്ണൂരിൽ എത്തി, എൻട്രൻസ് ഒക്കെ കൊടുത്ത് അവിടെ എത്തി. പിന്നെ ഇനീഷ്യലി ഫസ്റ്റ് ഇയർ ഭയങ്കര ചില്ലായിരിക്കും. നമ്മൾ അങ്ങനെ അധികം അങ്ങനെ പഠിക്കാറും ഇതാക്കാനൊന്നും ഇല്ല. ബട്ട് നമ്മൾ കൂടുതലും ചില്ലായിരിക്കും. ഹോസ്റ്റലിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ പിള്ളേരുമായിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര ചില്ലായിരുന്നു. But I was having a good CGPA, even though I enjoyed a lot. But CGPA, I was able to constantly maintain 9.5 till the end of my 4th year from beginning. So, പഠിത്തം is also important. So, എൻ്റെ ഒരു ജേർണീനെ പറ്റി പറയുകയാണെങ്കിൽ ഇനീഷ്യലി നമ്മുടെ കൂടുതലും അലൂമിനൈസ് കോളേജ് പാസ് ഔട്ട് ആകുമ്പോൾ തന്നെ കൂടുതൽ അലൂമിനൈസ് ജോയിൻ ചെയ്യുന്നത് സർവീസ് ബേസ്ഡ് കമ്പനീസിലാണ്. TCS, Infosys, all those service based companies. So first 2 years I was okay, at least അവിടെയെങ്കിലും എനിക്ക് ജോലി കിട്ടണം.
ഇൻ ദ സെക്കൻഡ് ഇയർ ആൻഡ് ഓൾ ഐ വാസ് ലൈക്ക് എന്ത് സ്കിൽസ് ആണ് എനിക്കുള്ളത്, ലൈക്ക് TCS എന്നെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും എനിക്ക് ഉണ്ടോ വല്ല സ്കിൽസ്, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു thought process. So I was like, at least I should get in service-based companies. So അതായിരുന്നു എൻ്റെ ഒരു thought process back then. Then I was very active in all the clubs, like IEEE, all the technical clubs, IEEE, SHE, GCK. I was very active. Like I connected with a lot of people. I actually organized a lot of technical events. സോ ഇങ്ങനത്തെ ഒരു ക്ലബ്സിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഈ ക്ലബ്സിൽ ജോയിൻ ചെയ്യുന്നു, നമ്മൾ പല ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, പല കോമ്പറ്റീഷൻസും പല വെബിനാർസ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പം നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി ഇറ്റ് വിൽ ഇംപ്രൂവ് അ ലോട്ട്. ലൈക്ക് നമ്മളിപ്പോ കമ്പനിയിൽ ജോയിൻ ചെയ്താലും നമ്മൾ കോളേജ് കഴിഞ്ഞാലും പല ആൾക്കാരോട് നമുക്ക് സംസാരിക്കാനുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ക്ലബ്സ് തൊട്ടാണ് ആക്ച്വലി തുടങ്ങുന്നത്. നമ്മൾ പല ആൾക്കാരോട് സംസാരിച്ചു. പിന്നെ കുറെ ആ ഒരു സമയത്ത് കുറെ ടോക്ക് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ഒരു ബാച്ച് കൊറോണ ബാച്ച് ആയിരുന്നു. ലൈക്ക് സെക്കൻഡ് ഇയർ തുടങ്ങുമ്പോൾ തന്നെ കൊറോണ ആയിരുന്നു. പിന്നെ ഓൺലൈൻ ആണ് 1.5-2 വർഷം പിന്നെ കംപ്ലീറ്റ് ഓൺലൈൻ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വാസ് ഏബിൾ ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ലോട്ട് ഓഫ് തിങ്സ്. സോ ഷീല ആക്ച്വലി ഞാൻ ഔട്ട്റീച്ച് ഹെഡ് ആയിരുന്നു. പിന്നെ IEEE ഐ സ്റ്റാർട്ടഡ് ആസ് എ മെമ്പർ ആൻഡ് ദെൻ ഐ വാസ് ലൈക്ക് ബി ചെയർപേഴ്സൺ. സോ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് പല ആൾക്കാരുമായിട്ട് നമ്മൾ ടോക്ക് സീരീസിൽ നമ്മൾ വിളിക്കുന്നു. പിന്നെ പല കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുന്നു, ഹാക്കത്തോൺസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. വി were interacting with a lot of people and we were actually improving our technical skills. So for example, ഇപ്പം നിങ്ങൾ I think Tinker Hub വരുന്നുണ്ട്. Tinker Hub is also very good club. Like അവര് കോൺസ്റ്റന്റ്ലി ഹാക്കത്തോൺസ് കുറെ കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. കുറെ ടെക്നിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വെബിനാർസ്, ലോട്ട് ഓഫ് തിങ്സ് they are doing. So first thing I would advise you is like join some of the technical clubs. Like according to your interest, like നിങ്ങൾ ടെക്നിക്കൽ ഫീൽഡിലാണ് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് IT-യിലാണ് പോകണ്ടെങ്കിൽ അങ്ങനത്തെ കുറെ ക്ലബ്സ് ഉണ്ട് ആക്ച്വലി നമ്മുടെ കോളേജിൽ. അത് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് അവർ കോളേജ്. സോ യു ഷുഡ് ട്രൈ ടു ജോയിൻ ഓൾ ദോസ് ക്ലബ്സ്. പിന്നെ നിങ്ങൾ പല ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നോക്കുക. ലൈക്ക് എങ്ങനെയാണ് ഒരു കോമ്പറ്റീഷൻ നടത്തുന്നത്, എങ്ങനെയാണ് ഒരു സംഭവം ഓർഗനൈസ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ലൈക്ക് യു വിൽ ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ് യുവർ പേഴ്സണാലിറ്റി. പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തു വരുമ്പോഴാണ് ഐ വെന്റ് ത്രൂ വൺ ഓഫ് ദി സ്കോളർഷിപ്പ്, ലൈക്ക് ഗ്രേസ് ഹോപ്പർ സെലിബ്രേഷൻ സ്കോളർഷിപ്പ്. സോ എനിക്ക് അതിനെപ്പറ്റി ഏതൊരു വെബിനാർ ഞാൻ ഇതുപോലെ കേട്ടപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റി. ലൈക്ക് ദാറ്റ് ഈസ് വൺ വേൾഡ്സ് ലാർജസ്റ്റ് വുമൺ ഇൻ ടെക് കോൺഫറൻസ് ആൻഡ് ദാറ്റ് ഈസ് യൂഷ്വലി ഹെൽഡ് ഇൻ USA. സോ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്കോളർഷിപ്പ് ഇന്ത്യന് കിട്ടുന്ന ആൾക്കാരൊക്കെ US പോകാൻ പറ്റും. വിത്ത് ഫ്ലൈറ്റ് ഫ്രീ, ട്രാവൽ ഫ്രീ, എവറിഥിങ് ഈസ് ഫ്രീ, സ്റ്റേ ഈസ് ഫ്രീ. സോ അതൊരു വലിയൊരു സംഭവമായിരുന്നു. ബട്ട് ഡ്യൂ ടു കൊറോണ എനിക്ക് പോകാൻ പറ്റിയില്ല US. സോ ദാറ്റ് ടൈം ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഓൺലൈൻ. ബട്ട് സ്റ്റിൽ അത് ഓൺലൈൻ ആയിരുന്നെങ്കിലും ഐ ട്രൈ ടു take most of the advantage of it. Like അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ പല ഇൻഡസ്ട്രീസിനും പല ആൾക്കാർ വരും. പിന്നെ നമ്മുടെ പുറത്തുള്ള കോളേജസ് ഇല്ലേ, MIT, സ്റ്റാൻഫോർഡ്, ഹാർവേർഡ്, ലൈക്ക് ആ വെരി ബിഗ് കോളേജസിനൊക്കെ പ്രൊഫസേഴ്സും അവരൊക്കെ സ്പീക്കേഴ്സ് ആയിട്ടൊക്കെ വരും. ആൻഡ് ഇൻ ദാറ്റ് വി വർ ഹാവിംഗ് ദിസ് one-on-one conversation also. Like we can select the speakers according to their slot available and we can talk with many people. സോ അങ്ങനെ ഞാൻ പല ഇൻഡസ്ട്രീസിനും ലൈക്ക് ഇതുപോലത്തെ വലിയ വലിയ കോളേജസിനും പിന്നെ അതുപോലെ വലിയ വലിയ കമ്പനീസിനും ലൈക്ക് ഗൂഗിൾ, അങ്ങനെ 2-3 കോളേജ് കമ്പനീസിനൊക്കെ എനിക്ക് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. പിന്നെ ഇതുപോലെ സ്കോളർഷിപ്പ് കിട്ടിയ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ലൈക്ക് ഫ്രം ഇന്ത്യ ഇറ്റ്സെൽഫ്, ഫ്രം IITs, NITs, കുറെ കോളേജസ് അക്രോസ് ഇന്ത്യ വി ഗോട്ട് ദി സ്കോളർഷിപ്പ്. സോ അവര് ആക്ച്വലി ഒരു സ്ലാക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കും ഈ എല്ലാ സ്കോളേഴ്സുമായിട്ടുള്ള. അപ്പൊ അവരുടെയൊക്കെ കോൺവെർസേഷൻ, ഞാൻ ഇവിടെ ലൈക്ക് ഒരു സർവീസ് ബേസ്ഡ് കിട്ടണം എന്നായിരുന്നു എൻ്റെ ഒരു തോട്ട് പ്രോസസ്. ബട്ട് അവരുടെ ആ ഒരു ലൈക് ഗ്രൂപ്പിൽ കോൺവെർസേഷൻ ഉണ്ടാവില്ല. അവർ കംപ്ലീറ്റ് ഒരു ഭയങ്കര ലൈക് ടയർ 1 കമ്പനീസ്, അവരെല്ലാം അങ്ങനെ ഇതിലെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, DSA ഇതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടത്, ലൈക് ദേ വർ ടോക്കിംഗ് നെക്സ്റ്റ് ലെവൽ. സോ ഐ വാസ് ലൈക് മൈ മൈൻഡ് സെറ്റ് ഇറ്റ് സെൽഫ് ഈസ് വെരി ലോ, ദേ ആർ തിങ്കിങ് നെക്സ്റ്റ് ലെവൽ. സോ അങ്ങനത്തെ കുറെ ആൾക്കാരായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തു. ലൈക് നമ്മൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലെ കുറെ ഡിഫറെന്റ് കോളേജസിൽ പിള്ളേരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓക്കെ, നമ്മള് വിത്ത് റൈറ്റ് ഹാർഡ് വർക്ക്, right mentorship, it is possible for us to crack anything. It's just a matter of hard work and smart work. So അവിടെ നിന്നാണ് ഇതൊക്കെ ആയി തീരുമ്പോഴേക്കും ഐ തിങ്ക് ഒരു 3rd year mid ആ ഒരു ടൈം ആയിരുന്നു ഇതിനൊക്കെ പറ്റി ഒരു ഐഡിയ കിട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ലൈക്ക് നമ്മൾ ഫസ്റ്റ് 2 years ഒക്കെ കംപ്ലീറ്റ് എൻജോയ് ചെയ്ത് നടക്കും, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ബട്ട് ഈ ക്ലബ്സ് ഒക്കെ ഡിഫറെന്റ് ആണ്, കോളേജിന് വേണ്ടി പഠിക്കുന്നത് ഈസ് ഡിഫറെന്റ്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഇസ് ഡിഫറെന്റ്. സോ ഓൾ ദീസ് തിങ്സ് ആർ ഡിഫറെന്റ്. അപ്പം നമ്മൾ ഇപ്പൊ നല്ല കമ്പനീസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെ ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ ഒരു പാത്ത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ലൈക്ക് നമ്മള്
നിങ്ങളിപ്പോൾ എല്ലാവരും ഓരോ ബ്രാഞ്ചിലായിരിക്കും, ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, എല്ലാ ഫീൽഡിലും ഓരോ കോർ സബ്ജക്ട്സ് ഉണ്ടാവും. സോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കോർ സബ്ജക്ട്സിലാണ് ഫോക്കസ്. ഇപ്പം ഇലക്ട്രിക്കലിൽ നിങ്ങളുടെ കുറച്ച് കോർ സബ്ജക്ട്സ് ഉണ്ടാവും. സോ ഇഫ് യു വാണ്ട് ടു ഗോ ടു യുവർ കോർ ഫീൽഡ്, ദെൻ ഫോക്കസ് ഓൺ ദാറ്റ്. ലൈക്ക് ഇപ്പൊ സിവിലിലെ ഒരു കുട്ടി, സിവിലിന് ഇപ്പം നിങ്ങൾക്ക് സിവിലിന്റെ എന്തെങ്കിലും ഒരു ഫീൽഡിൽ പോകാനാണ് താല്പര്യമെങ്കിൽ സിവിലിന്റെ കുറച്ച് കോർ സബ്ജക്ട്സ് ഉണ്ടാവും, സിവിലിൻ്റെതായിട്ടുള്ള കുറച്ച് ഫീൽഡ്സ് ഉണ്ടാവും. സോ അതിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പ്ലീസ് ഗോ ഫോർവേഡ് വിത്ത് ദാറ്റ്. ലൈക്ക് നിങ്ങൾ സിവിലാണ് ബട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ സബ്ജക്ട് പഠിക്കണം, ഐ ടിയിൽ പോകണം, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഐ ടിയിലും ഇൻട്രസ്റ്റ് എങ്കിൽ ഓക്കെ, യു പ്ലീസ് ഗോ ഹെഡ് വിത്ത് ദാറ്റ്. ബട്ട് നിങ്ങളിപ്പോ സിവിലാണ്, ഇലക്ട്രോണിക്സ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കോർ ഡൊമൈനിൽ പോകാനോ താല്പര്യമെങ്കിൽ പ്ലീസ് ലേൺ. മേ ബി ഇനീഷ്യലി ചിലപ്പം സാലറിന്റെ ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പൊ ഐ ടി ഫീൽഡിൽ അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, ലൈക്ക് വിച്ച് എവർ, ലൈക്ക് അക്കോർഡിംഗ് ടു ദ കമ്പനി. ലൈക്ക് ഇഫ് യു ഗോ ടു എ വെരി ബിഗ് കമ്പനി, സാലറി ഇസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ബട്ട് നിങ്ങളുടെ കോർ സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പ്ലീസ് ഫോക്കസ് ഓൺ ദാറ്റ്. എവറിഥിങ് ഈസ്, ഓൾ ദ ഫീൽഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. That is one thing. So yeah, back to like my conversation. So I got this scholarship and I interacted with a lot of people. It was like mid of third year, and then I actually started preparing for the interviews. Like ഒരു third year last ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം കമ്പനീസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പം പല കാര്യങ്ങളും ഉണ്ട്, ലൈക്ക് ആപ്റ്റിറ്റ്യൂഡ് ഈസ് ദെയർ, കോഡിങ്. ലൈക്ക് ഇപ്പം ഐ തിങ്ക് ആ ഒരു സമയത്ത് പിന്നെയും കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു കോഡിങ്, ബട്ട് നൗ ദ കോമ്പറ്റീഷൻ ഈസ് ഹ്യൂജ് ആൻഡ് യു ഹാവ് ടു ബി വെരി ഗുഡ് അറ്റ് ഇറ്റ്. അപ്പം ഞാൻ അതിനുശേഷമാണ് പ്രൊജക്ട്സും ലൈക്ക് വെബ് ഡെവലപ്മെന്റ്, ഐ വാസ് ലേണിംഗ് ദിസ് വെബ് ഡെവലപ്മെന്റ്, DSA, കോഡിങ് എല്ലാം ഞാൻ കുറച്ചായിട്ട് പഠിക്കാൻ തുടങ്ങി സീരിയസ് ആയിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. ബിക്കോസ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറി. ലൈക്ക് ഐ വാണ്ടഡ് ടു ക്രാക്ക് എ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി. പിന്നെ ഞാൻ ഇങ്ങനത്തെ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു റെസ്യൂമെ കാണുമ്പം അവർക്ക് കുറെ ടെക്നിക്കൽ സ്കിൽസും ലൈക്ക് അവരുടെ പ്രോജക്ട്സ്, ഇറ്റ് വാസ് വെരി ഗുഡ് റെസ്യൂമെ. So when I looked at my resume, there was like nothing. Like I worked for some of the clubs. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളല്ലാണ്ട് വേറെ എങ്ങനെ എക്സ്ട്രാ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. കുറച്ച് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, യെസ്. ബട്ട് അതൊക്കെ ഒരു സൈഡ്, ടെക്നിക്കൽ സ്കിൽസ് ഈസ് വൺ സൈഡ്. സോ ദെൻ ദാറ്റ്സ് വാട്ട് വെൻ ഐ സീരിയസ്ലി സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ്. ആൻഡ് വൺ തിങ് ഐ അണ്ടർസ്റ്റുഡ് ഈസ് ലൈക്ക് ഐ ഹാഡ് ടു ഡു ആൻ ഇന്റേൺഷിപ്പ്. ലൈക്ക് ഒരു നല്ല കമ്പനിയിൽ നിന്ന് നല്ലൊരു ഇന്റേൺഷിപ്പ് കിട്ടണം എന്ന് എനിക്കുണ്ടായിരുന്നു, ലൈക്ക് കോളേജ് പാസ് ഔട്ട് ആവുന്നതിന്റെ മുന്നേ. സോ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പിന്നെ തേർഡ് ഇയർ കംപ്ലീറ്റ് ഒരു ഇന്റേൺഷിപ്പ് എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഐ വാസ് searching for that. ഞാൻ കുറേ പ്ലാറ്റ്ഫോംസിൽ അപ്ലൈ ചെയ്തു, ലൈക്ക് LinkedIn, Naukri, Internshala, a lot of places I applied. And then I got internship in Tiger Analytics. And there I was getting a stipend of 30K. And I think I was the first one in our college to get that kind of internship during the college. So that was a big moment for me. And ആ ഒരു ഇന്റേൺഷിപ്പിലൂടെയാണ് എനിക്ക് ഓക്കെ എങ്ങനെയാണ് ആക്ച്വലി കോർപ്പറേറ്റിൽ എങ്ങനെയാണ് വർക്ക് കൾച്ചർ എങ്ങനെയാണ്, പിന്നെ എന്തൊക്കെ ടെക്നിക്കൽ സ്കിൽസ് ആണ് ഇമ്പോർട്ടന്റ്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റി ആ ഒരു ഇന്റേൺഷിപ്പ് വെച്ചിട്ട്. ഇറ്റ് വാസ് എ 6 months ഇന്റേൺഷിപ്പ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കോളേജിൽ നമ്മുടെ ആക്ച്വലി KTUവിന്റെ അണ്ടറിൽ ആ ഒരു സമയത്ത് ഇന്റേൺഷിപ്പിനൊക്കെ പോവാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ഐ തിങ്ക് ഇപ്പം പോളിസീസ് ആർ ചേഞ്ച്ഡ്, ബട്ട് ദാറ്റ് ടൈം ആക്ച്വലി ദേ വർ നോട്ട് അലോയിങ്, ലൈക്ക് നോ വൺ വാസ് അലോയിങ് ഫോർ ദിസ് ഇന്റേൺഷിപ്പ് ആൻഡ് ഓൾ. പിന്നെ ഇങ്ങനെ ഓൺലൈൻ ആയതുകൊണ്ട് എങ്ങനെയൊക്കെയോ ബിക്കോസ് ഐ വാസ് ഹാവിങ് എ ഗുഡ് CGPA, so I was having a good connection with all my teachers. So I requested all my teachers, HOD, എല്ലാവരുമായിട്ട് കുറെ ഇന്ററാക്ട് ചെയ്ത് പിന്നെ അവർ സപ്പോർട്ട് ചെയ്തു. So that's how I did my internship along with my studies. So even though that time lot of events were going on in the college, but I was having the internship in my 4th year. A little bit miss was there, but still it was completely worth it, you know. I was able to pay everything my own from like in my from my final year of the college. I was able to pay everything my own. So that was worth it. And അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ തന്നെ പോകണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. സോ ഇൻ കോളേജ് ഓൾസോ ഐ വാസ് ഏബിൾ ടു ക്രാക്ക് ലോട്ട് ഓഫ് ഇന്റർവ്യൂസ്. ലൈക്ക് I think 5 or 6 companies I got in college, or most of them were service based or small startups. പിന്നെ ലൈക്ക് യു നോ, ലൈക്ക് നമ്മുടെ കോളേജിൽ കൂടുതലും വരുന്നത് സർവീസ് ബേസ്ഡ് കമ്പനീസ് ആണ്. ലൈക്ക് പ്രോഡക്റ്റ് ബേസ്ഡ് അങ്ങനെ വരുന്നില്ല, കുറവാണ്. ബട്ട് മേ ബി ഇൻ ഫ്യൂച്ചർ ഇറ്റ് വിൽ ചേഞ്ച്. ബട്ട് കൂടുതൽ സർവീസ് ബേസ്ഡ് ആയിരുന്നു. ആൻഡ് ഐ വാണ്ടഡ് ടു അപ്ലൈ ഔട്ട്സൈഡ്. സോ അതിനുശേഷം ഞാൻ കുറെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് കംപ്ലീറ്റ്ലി ഐ വാസ് പ്രിപ്പയറിങ് ഓൾ ദോസ് തിങ്സ്. പിന്നെ ആ ഒരു സമയത്ത് കുറെ ഹാക്കത്തോണും കാര്യങ്ങളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് this Microsoft, that was one of the hackathon, and it was like almost I was like, it was having the 5 or 6 rounds, and I was able to reach till final round, and I got rejected from the final round. So that was like, I was so much heartbroken because actually our hackathon indittu ഞാൻ കുറെ
ക്ലാസ്സസ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഹാക്കത്തോൺ. ഐ ഡിഡ്ന്റ് ടോൾഡ് എനിവൺ. ലൈക്ക് ഞാൻ ടീച്ചേഴ്സിനോട് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു ഹാക്കത്തോൺ മൈക്രോസോഫ്റ്റിന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് ഈ ഒരു റൗണ്ട് വരെ എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഐ വാസ് ലൈക്ക് ഓക്കെ, എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയാം. അങ്ങനെയായിരുന്നു. മൈക്രോസോഫ്റ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കാര്യമില്ല. സോ അത് ലാസ്റ്റ് ഞാൻ അതുകൊണ്ട് കുറെ ക്ലാസ്സസ് ഒക്കെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ജസ്റ്റ് ഫോർ ടു സ്റ്റഡി ഫോർ ടു ഗെറ്റ് ക്രാക്ക് ദിസ് hackathon and get the job in Microsoft. But yeah, unfortunately in the last round I got rejected, and it was like I was not applying for 1 month after that, literally. I was so sad after that. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈക്ക് കുറച്ച് ബ്രേക്ക് എടുത്തു. I was so sad. But then I again started applying, and I was able to crack 3-4 off campus companies. But still I actually wanted to work in tier 1 companies. Like I knew that I am capable of that. So I wanted to work like Google, Microsoft, Amazon, like those kind of very, very big startups or very big companies. So the choice actually depends on everyone. I am not telling that you should also think like me or nothing. It completely depends on one's choice. So I wanted to work in that kind of companies. So I was preparing for that, and eventually like ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് ഒരു ലാസ്റ്റിലോട്ടാണ്, ലൈക്ക് തേർഡ് ഇയർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് പ്രിപ്പയർ ചെയ്തത്. തേർഡ് ഇയർ ലാസ്റ്റ് ഫോർത്ത് ഇയർ മിഡ് ആകുമ്പോഴേക്കും തന്നെ ഓൾമോസ്റ്റ് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് അതൊക്കെ ഓൾമോസ്റ്റ് ഒരു എൻഡ് ആവും. സോ കുറെ ലൈക്ക് എനിക്ക് കോൾസ് വന്നായിരുന്നു, ലൈക്ക് ആമസോണിൽ കോൾ വന്നായിരുന്നു, ലൈക്ക് മൈക്രോസോഫ്റ്റ് ഐ ഓൾറെഡി സെഡ് യു, പിന്നെ ഗോൾഡ്മാൻ സാക്സ്. സോ ഓൾ ദോസ് കമ്പനീസ് ഐ ഗോട്ട്, ബട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു ക്ലിയർ എനിത്തിങ്. എല്ലാം ലൈക്ക് 1-2 റൗണ്ട് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി റിജക്ഷൻ ആയിരുന്നു. Because the questions were that level, like coding ആയാലും എന്ത് ക്വസ്റ്റ്യൻസ് ആയാലും അവരുടെ ഇന്റർവ്യൂസ് ആർ വെരി ഡിഫിക്കൾട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കമ്പനീസിനൊക്കെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് ഇയർ തൊട്ട് നമ്മൾ തുടങ്ങണം കുറച്ചായിട്ട്. സോ അങ്ങനെ ഞാൻ സീമെൻസിൽ കയറി. സീമെൻസ് വാസ് ഓൾസോ എ വെരി ഗുഡ് കമ്പനി. ദാറ്റ് വാസ് ഓൾസോ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി, ആൻഡ് ഐ വർക്ക് ദെയർ ഫോർ 2.10 years. സോ ഞാൻ ആക്ച്വലി ബിഗ് ഡേറ്റ എഞ്ചിനീയർ ആയിട്ടാണ് അവിടെയും വർക്ക് ചെയ്തത്. സോ ലൈക്ക് പൈത്തൺ, ക്ലൗഡ്, C#, all those technologies I was actually working on there. Still this thing was there in my mind, like I want to crack something big, like I knew I deserved better. So ഞാൻ കുറച്ച് അപ്സ്കിൽ ചെയ്തു. ഞാൻ ലൈക്ക് കമ്പനിയിൽ നിന്ന് ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ അപ്സ്കിൽ, ഞാൻ യൂട്യൂബിൽ അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ട് കുറച്ച് കോഴ്സസ് ചെയ്തു. അങ്ങനെ അപ്സ്കിൽ ചെയ്യാൻ തുടങ്ങി ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ. പിന്നെ സ്വിച്ച് ചെയ്യേണ്ട ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ ലൈക്ക് ഐ വാസ് ആക്ച്വലി പ്രിപ്പയറിംഗ് ഫോർ ലൈക്ക് 9 to 10 months every day, like 3 to 4 hours. Like രാവിലെ 2 മണിക്കൂർ ഓഫീസ് കഴിഞ്ഞ് ഓഫീസ് ജോലി കഴിഞ്ഞിട്ട് വീണ്ടും 2 മണിക്കൂർ. So I was preparing like that for literally 9 to 10 months. Because it's not compulsory that നിങ്ങൾക്ക് ഇപ്പം മൈക്രോസോഫ്റ്റിൽ ജോലി വേണമെന്ന് പറഞ്ഞാൽ it's not compulsory that you are going to get that. But we have to work hard. പിന്നെ അത് കഴിഞ്ഞിട്ട് സീമെൻസിൽ ആക്ച്വലി 3 months of notice period ഉണ്ടായിരുന്നു. I don't know how much like student you will be understanding like 3 months of notice period. It is like even after you resign from the company, after 3 months only you can join the next company. So that is what notice period is. Appam 3 months notice period ഒക്കെ ഒരു company actually accept ചെയ്യാറില്ല. Because resign കഴിഞ്ഞിട്ട് അവർ actually 3 months വെയിറ്റ് ചെയ്യണം ഈ ഒരു കാൻഡിഡേറ്റ് അവരുടെ ഓഫീസിൽ വരാൻ വേണ്ടിയിട്ട്. So they usually reject. So 9 to 10 months പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് again 6 months I was just applying. ഞാൻ കുറെ അപ്ലൈ ചെയ്തു കുറെ റിജക്ഷൻ. 3 months എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറെ കമ്പനീസ് റിജക്ട് ചെയ്തു. സോ ഇറ്റ് അഗെയിൻ ടുക്ക് മീ 6 months. ഐ വാസ് കോൺസ്റ്റന്റ്ലി അപ്ലൈയിങ്. ഐ വാസ് ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ്. ലൈക്ക് ഇറ്റ് ഈസ് എ വെരി ഹെഡേക്ക് പ്രോസസ്. ഇറ്റ്സ് നോട്ട് വെരി ഈസി. ലൈക്ക് നമ്മൾക്ക് ചിലപ്പോൾ ലാസ്റ്റ് റൗണ്ടിലൊക്കെ ആയിരിക്കും നമ്മൾ റിജക്ട് ആവുന്നത്. സോ ഫോർ 2 companies I got rejected in the last round, and it is very frustrating. So that's how like ഗൂഗിളിന്റെ ഇന്റർവ്യൂ വന്നു. ഗൂഗിളിന്റെ റിക്രൂട്ടർ എനിക്ക് റീച്ച് ഔട്ട് ചെയ്തു. And I was luckily I was able to crack all their rounds. So, and my preparation, that was the most important thing. Without this preparation, it's very difficult for you to crack these kind of companies. So that is one thing. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ 2 things are very important. One is networking. So I know like there will be many people who are introverts, like they don't like to talk to many people. We don't have any problem with that. But നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, നിങ്ങൾ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവാൻ പാടില്ല. ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് ഇത് തോന്നാൻ പാടില്ല, ഓക്കെ ഐ വാസ് ആൻ ഇൻട്രോവേർട്ട്, ദാറ്റ്സ് വൈ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഗോട്ട് മിസ്ഡ്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യേണ്ടി വരും ആൾക്കാരോട്. സോ ദാറ്റ് ഈസ് എ ബിഗ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സോ നെറ്റ്വർക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക്
നിങ്ങൾ പല ഫീൽഡിലെ ആൾക്കാരോടും പല ഡൊമൈൻസിലെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പലതും കിട്ടും, പല നോളജും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിങ്ങനെയാണ് അതങ്ങനെയാണ്, യു വിൽ ഗെറ്റ് ടു നോ എ ലോട്ട് ഓഫ് തിങ്സ്. നിങ്ങളുടെ ചിലപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ മൊത്തം മാറും ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഫൈൻഡിങ് ദ റൈറ്റ് മെന്റേഴ്സ്. സോ ഇതിൽ തന്നെ ഇപ്പോൾ കുറച്ച് സീനിയേഴ്സ് ഉണ്ടാവും, ഭയങ്കര നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള സീനിയേഴ്സ് ഉണ്ടാവും. സോ ടോക്ക് ടു ദം, കണക്ട് വിത്ത് ദം. That you can do, like alumni. This is a very good network for that. You can find alumni from all the domains, all the industries, everything. Connect with them. It is very important. Like all the field, IT മാത്രമല്ല, ഇപ്പം ഷനോദ് സർ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും നമ്മുടെ അലുമിനി നെറ്റ്വർക്കുന്ന ആൾക്കാരുണ്ട്. സോ നിങ്ങൾക്ക് ഏതിലാണ് താല്പര്യം? ലൈക്ക് ചില ആൾക്കാർക്ക് ഗവൺമെന്റ് ജോലിനോട് ആയിരിക്കും താല്പര്യം. സോ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. സോ ടോക്ക് ടു ദം. സോ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ ഗ്രോ ചെയ്യാൻ താല്പര്യമുള്ളത്, കണക്ട് വിത്ത് ദോസ് പീപ്പിൾ. പിന്നെ ലിങ്ക്ഡ്ഇൻ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോം. സോ എനിക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും കിട്ടിയിട്ടുള്ളത് ലിങ്ക്ഡ്ഇൻ ആണ്, ലിറ്ററലി. ആൻഡ് നോക്രി ഈസ് ഓൾസോ വൺ അനദർ തിങ്, ബട്ട് ഐ തിങ്ക് ഫോർ ഫ്രഷേഴ്സ് ഇറ്റ്സ് നോട്ട് ദാറ്റ് യൂസ്ഫുൾ. ലൈക്ക് നിങ്ങൾ ജോബ് സ്വിച്ച് ഒക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ നോക്രി ഈസ് വെരി ഗുഡ്, ലൈക്ക് ഇഫ് യു ആർ ഹാവിങ് എ ഗുഡ് പ്രൊഫൈൽ. സോ നിങ്ങൾ ലിങ്ക്ഡ്ഇൻ ഇല്ലാത്തവർ ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ, ഇന്ന് തന്നെ ലിങ്ക്ഡ്ഇൻ അക്കൗണ്ട് ഉണ്ടാക്കിക്കോളൂ. പിന്നെ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള ഡൊമൈനിൽ കണക്ട് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ലിങ്ക്ഡ്ഇൻ. ട്രൈ ടു ടോക്ക് ടു ദം. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് മനസ്സിലാക്കുക. പിന്നെ ഫോളോ ഗുഡ് പേജസ്. ഇതൊക്കെ നിങ്ങൾക്ക് ലിങ്ക്ഡ്ഇനിൽ ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ആക്ച്വലി എന്റെ പ്രൊഫൈൽ കണ്ടിട്ട് റിക്രൂട്ടർ എന്നെ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കമ്പനീസിന്, ജസ്റ്റ് ബൈ സീയിങ് മൈ പ്രൊഫൈൽ. So that profile I built, like from my college, I was hardworking to build that kind of profile with all the awards, projects, hackathons, lot of things. So I was building that block by block. So that is one thing that you have to do. You have to create your good profile. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ടെക്നിക്കൽ സ്കിൽസ്, ഏത് ഫീൽഡിലാണോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിന്റെ കോർ സ്കിൽസ് ഉണ്ടാവും. ഇപ്പൊ IT ആണെങ്കിൽ, ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലാണ് പോകണമെങ്കിൽ അതിന്റെ കുറച്ച് കോർ സബ്ജക്ട്സ് ഉണ്ട്. So that you should be very clear. Like foundation എന്ന് പറയുന്ന സാധനം, it should be very very clear, basics and foundation. അത് നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലും നിങ്ങളുടെ കോർ സബ്ജക്ട്, ഫോർ കമ്പ്യൂട്ടർ സയൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡേറ്റാബേസ്, നെറ്റ്വർക്കിംഗ്, ഇതൊക്കെയാണ് കോർ സബ്ജക്ട്സ്. സോ അതൊക്കെ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. അതൊക്കെ അത്യാവശ്യം നല്ല വൃത്തിക്ക് പഠിക്കാൻ നോക്കുക. കാരണം ഈ ഫ്രഷേഴ്സ് പാസ് ഔട്ട് ആയിട്ട് ഈ ടയർ 1 കമ്പനീസ് ഒക്കെ മെയിൻലി ഈ കോർ ടോപ്പിക്സിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ലൈക്ക് DSA, നെറ്റ്വർക്കിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡേറ്റാബേസ്, കമ്പ്യൂട്ടർ സയൻസിന്റെ ലൈക്ക് എല്ലാ ഫീൽഡിലും അതിൻ്റെതായ കോർ സബ്ജക്ട്. എല്ലാവരും സെഷനിൽ സ്റ്റേ ചെയ്യാൻ ഇപ്പൊ റെഡി ആക്കാം. കേൾക്കുന്നില്ലേ? കേൾക്കാം. അത് ആക്ച്വലി കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, സോ സോറി ഫോർ ദാറ്റ്. സോ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ടെക്നിക്കൽ സ്കിൽസ് നിങ്ങൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ബാക്കി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ചെയ്തു, എല്ലാം ചെയ്തു, ബട്ട് സ്കിൽസേ ഇല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ പോയി. ലൈക്ക് ഫസ്റ്റ് ഇറ്റ് സെൽഫ് ദാറ്റ് ഈസ് ഗോൺ. സോ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻസ് ആൻഡ് ദ ടെക്നിക്കൽ സ്കിൽസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. പിന്നെയാണ് എല്ലാം വരുന്നത്, ലൈക്ക് നെറ്റ്വർക്കിംഗ്, ഓൾ ദോസ് തിങ്സ് കംസ് നെക്സ്റ്റ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതൊക്കെയാണ് നിങ്ങൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യേണ്ടത്. Then talk to many people. So these are some of the things that I wanted to say. And ഇപ്പൊ AI കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സോ ഇതെല്ലാം ചേഞ്ച് ആവുകയാണ്. ലൈക്ക് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. ലൈക്ക് നമ്മുടെ ഇന്റർവ്യൂ പ്രോസസ്സും എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ അതിനനുസരിച്ച് അപ്സ്കിൽ ചെയ്യണം. ലൈക്ക് ഇപ്പൊ AI എന്തൊക്കെയാണ് വരുന്നത്, AI ടൂൾസ്, വാട്ട് ആർ ദ ടൂൾസ് അവൈലബിൾ, ഹൗ ക്യാൻ ബി ലെവറേജ് AI. പിന്നെ നിങ്ങളുടെ ഫൈനൽ ഇയർ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടാവും. സോ അത് നല്ല പ്രൊജക്ട്സ് ചെയ്യാൻ നോക്കുക. സോ അങ്ങനെയൊക്കെ നിങ്ങൾ
പഠിത്തവും ഇതും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ലൈക്ക് ക്ലബ്സ് ആയാലും നിങ്ങൾ ക്ലബ്സിൽ ജോയിൻ ചെയ്യണം, പിന്നെ അതിന്റെ കൂടെ കുറച്ച് പഠിക്കും വേണം. ലൈക്ക് CGPAന്റെ ഇമ്പോർട്ടൻസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 8 above നിങ്ങൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കാരണം there are some companies which actually see the CGPA ലൈക്ക് ഇപ്പം അവർക്ക് ഒരു കട്ട് ഓഫ് ഉണ്ടാവും, ലൈക്ക് 7.5 അല്ലെങ്കിൽ 8. സോ ദർ ഈസ് എ കട്ട് ഓഫ്. പിന്നെ ഞാൻ ആക്ച്വലി മൈക്രോസോഫ്റ്റിന്റെ ഒരു ഹാക്കത്തോൺ കൊടുത്ത ആ ഒരു ഹാക്കത്തോണെ പറ്റി പറഞ്ഞില്ല. അപ്പൊ അത് കൊടുത്ത സമയത്ത് അവരുടെ കട്ട് ഓഫ് വാസ് ലൈക്ക് എബോ 8.5. സോ അറ്റ്ലീസ്റ്റ് ഒരു 8 above മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, ലൈക്ക് ഐ വുഡ് സേ ദാറ്റ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ വെരി ബിഗ് തിങ്. ലൈക്ക് അത് 8 above CGPA ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല. ലിറ്ററലി നിങ്ങൾ എക്സാമിന്റെ ആ ഒരു പഠിക്കുന്ന ആ ഒരു സമയം തന്നെ മര്യാദക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ലൈക്ക് ആ ഒരു എക്സാമിന്റെ ആ ഒരു ലീവ് ഉണ്ടാവില്ല, സ്റ്റഡി ലീവ്, ആ ഒരു സമയത്ത് പഠിച്ചാൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ ഈ CGPA കാര്യങ്ങളൊക്കെ. ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. പിന്നെ ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ യു ക്യാൻ ആസ്ക് മീ ക്വസ്റ്റ്യൻസ്, ലൈക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് അറിയാനുണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. ഹലോ മാം, ഞാൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ചോദിക്കാൻ. മാമിന്റെ ഇപ്പോഴത്തെ റോളിനെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യോ? ഡാറ്റ എഞ്ചിനീയർ. യെസ്. സോ എനിക്ക് ആക്ച്വലി ഇന്റേൺഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ ടൈഗർ അനലിറ്റിക്സിൽ, ദാറ്റ് വാസ് ഓൾസോ ഡേറ്റ എഞ്ചിനീയർ റോൾ. സോ ഹൗ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഈസ് ലൈക്ക് നമ്മൾ കൂടുതലും പഠിക്കുന്നത് ലൈക്ക് വെബ് ഡെവലപ്മെന്റ് ആയി, ആപ്പ് ഡെവലപ്മെന്റ് ആയി, ഇതാണ് നമ്മൾ ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസിന്റെ ഫീൽഡിൽ നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഡേറ്റ എഞ്ചിനീയറിംഗ് വാസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ് ഫ്രം ദാറ്റ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ലൈക്ക് വാട്ട് ഈസ് ഡേറ്റ എഞ്ചിനീയറിംഗ്, നത്തിങ് ഐ ന്യൂ. ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു, ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി, അത്രേ ഉള്ളൂ. ലൈക്ക് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഓ ഡേറ്റ എഞ്ചിനീയറിംഗ് എനിക്ക് അറിയാം, എനിക്ക് അതിൽ തന്നെ വേണം, അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. ഐ ജസ്റ്റ് അപ്ലൈഡ് ആൻഡ് ഐ ഗോട്ട്. സോ അതെങ്ങനെ ഡിഫറെന്റ് വെച്ചാൽ നമ്മൾ ബിഗ് ഡേറ്റ, ലൈക്ക് യു വിൽ ബി ഹിയറിംഗ് ദ ബസ് വേർഡ് ബിഗ് ഡേറ്റ എവറിവെയർ. സോ അതെങ്ങനെയാ വെച്ചാൽ നമ്മൾക്ക് ഇപ്പം അറിയാം ലൈക്ക് വി ആർ യൂസിങ് ലോട്ട് ഓഫ് ഡിവൈസസ് ഉണ്ട്, എല്ലാം IoT, ഓൾ ദോസ് തിങ്സ് ആർ ദെയർ. ഇപ്പൊ എല്ലാം കോൺസ്റ്റന്റ്ലി എവറി മില്ലി സെക്കൻഡ്, എവറി നാനോ സെക്കൻഡ് ഇറ്റ് ഈസ് ജനറേറ്റിംഗ് ഡേറ്റ. അപ്പം ഈ ബിഗ് ഡേറ്റ, ഡേറ്റ സയൻസ്, ഡേറ്റ അനലിസ്റ്റ് എല്ലാം വരുന്നത് ഈ ഒരു ഫീൽഡിലാണ്, ഡേറ്റ ഫീൽഡിലാണ്. സോ ഡേറ്റ എഞ്ചിനീയറിംഗ് യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ദ ബാക്ക് എൻഡ് ഓഫ് ഡേറ്റ ഫീൽഡ്. സോ അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ വി ആർ റെസ്പോൺസിബിൾ ഫോർ ബിൽഡിംഗ് ദ ഹോൾ ഡേറ്റ ഇൻഫ്രാസ്ട്രക്ചർ. ലൈക്ക് പല സോഴ്സസും നമുക്ക് ഡേറ്റ വരും. സോ ആ ഡേറ്റ നമ്മൾ എടുക്കുന്നു, ദെൻ വി വിൽ ബി ഡൂയിങ് എ ലോട്ട് ഓഫ് പ്രോസസിങ് വിത്ത് ദാറ്റ്. Then we will be making it available for data analysts, data scientists to make models on top of that. So there are a lot of things coming, like ഇത്രയും ഡേറ്റ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു വർക്ക്, റിസോഴ്സസ് നമ്മൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യും, നെറ്റ്വർക്കിംഗ്, ലൈക്ക് ദ സെക്യൂരിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നൗ ഡേയ്സ് വിത്ത് ദ കമ്മിങ് ഓഫ് AI and all. So lot of things are coming into picture and it depend like എനിക്ക് ആക്ച്വലി അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഡേറ്റന്റെ ഒരു ഫീൽഡിലാവുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ ലോട്ട് ഓഫ് ഐഡിയ അബൌട്ട് ദ ബിസിനസ് ഓൾസോ. ബിക്കോസ് ബിസിനസ്സിന് അൾട്ടിമേറ്റ്ലി ഈ ഡേറ്റ വെച്ചിട്ടാണ് അവർ എല്ലാ ബിസിനസ് ഡിസിഷൻസും എടുക്കുന്നത്. സോ യു വിൽ ഗെറ്റ് ടു നോ ദാറ്റ് പാർട്ട് ഓൾസോ. സോ ഐ ഫെൽറ്റ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദാറ്റ്സ് വൈ ഐ എം കണ്ടിന്യൂയിങ് ഇൻ ദാറ്റ് ഫീൽഡ്. ആൻഡ് നിങ്ങൾ ഇന്റർവ്യൂ പെർസ്പെക്റ്റീവിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ ലൈക്ക് ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് നോർമൽ ലൈക്ക് സർവീസ് ബേസ്ഡ് കമ്പനീസിലൊക്കെ ആണെങ്കിൽ നോർമൽ ലൈക്ക് കോഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് ഈസി ടു മീഡിയം കോഡിംഗ്. പിന്നെ നിങ്ങളുടെ കോർ സബ്ജക്ട്സ്, പിന്നെ പ്രോജക്ട്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഷുഡ് ഹാവ് സം ഗുഡ് പ്രോജക്ട്സ് ബൈ ദ എൻഡ് ഓഫ് യുവർ തേർഡ് ഇയർ അറ്റ്ലീസ്റ്റ്. ബിക്കോസ് ഫോർത്ത് ഇയറിൽ ഓൾറെഡി ഇന്റർവ്യൂ വിൽ ബി സ്റ്റാർട്ടിങ്. സോ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ തേർഡ് ഇയർ എൻഡിലെങ്കിലും നല്ല പ്രോജക്ട്സും അതും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. സോ ആ പ്രോജക്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ദീസ് തിങ്സ് ആർ ദ തിങ്സ് ദാറ്റ് വിൽ കീപ് യുവർ റെസ്യൂമെ അപ്പാർട്ട് ഫ്രം അതേഴ്സ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്റർവ്യൂവിൽ ഇങ്ങനത്തെ കമ്പനീസ് ഒക്കെ ചോദിക്കുന്നത് ഈ കോഡിംഗ്, all those things, like basic all those things. പിന്നെ നിങ്ങൾ കുറച്ചും കൂടി ടയർ 1 കമ്പനീസ് ലൈക്ക് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ അങ്ങനത്തെ വലിയ വലിയ കമ്പനീസിലാണെങ്കിൽ ഫ്രഷേഴ്സിനോട് അവർ എന്തായാലും ചോദിക്കും ഫൗണ്ടേഷൻസ്, ഫോർ ദം നെറ്റ്വർക്കിംഗ്, ഓപ്പറേറ്റ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് അവർക്ക്. സോ അതൊക്കെ അതിനെപ്പറ്റി ചോദിക്കും. പക്ഷേ അവരുടെ ഇനീഷ്യൽ റൗണ്ട്സ് എന്ന് വെച്ചാൽ DSA ആണ്. സോ ഐ വുഡ് സജസ്റ്റ് ലൈക്ക് IT ഫീൽഡിൽ പോകാനുള്ളവരൊക്കെ പ്ലീസ് ഇംപ്രൂവ് യുവർ കോഡിംഗ്. മേ ബി ഇൻ ഫ്യൂച്ചർ വിത്ത് ദ കമ്മിങ് ഓഫ് AI ഇതൊക്കെ കുറച്ച് മാറുമായിരിക്കും. ലൈക്ക് ഇന്റർവ്യൂ പ്രോസസ് എവറിഥിങ് വിൽ ചേഞ്ച്. But for now, it's the same. Like DSA is very important. You have to study that. അത് തുടങ്ങിക്കോളൂ. ലൈക്ക് ഏത് ഇയറിലാണ് നിങ്ങളെങ്കിലും കുറച്ചായിട്ട് പഠിക്കാൻ തുടങ്ങിക്കോളൂ DSA. പിന്നെ ഡേറ്റ എഞ്ചിനീയറിംഗിന്റെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ബട്ട് നമ്മൾക്ക് ഡേറ്റാ ബേസ് ആ ഒരു സബ്ജക്റ്റിന്റെ കുറച്ചും കൂടി വെയിറ്റേജ് ഉണ്ട്. സോ വി വിൽ ബി ആസ്ക്ഡ് SQL ക്വസ്റ്റ്യൻസ്, അതൊക്കെ കുറച്ചും കൂടി കൂടുതൽ നമ്മളോട് ചോദിക്കും, ഡിഫിക്കൽട്ട് ലെവൽ വരെ. പിന്നെ കോഡിംഗ് ഈസ് ദെയർ. ലൈക്ക് ഫോർ മീ ഓൾസോ മീഡിയം ലെവൽ, ഹാർഡ് ലെവൽ ചോദിക്കില്ല. ഡേറ്റ എഞ്ചിനീയേഴ്സിനോട് ഹാർഡ് ലെവൽ കോഡിംഗ് ഈസ് നോട്ട് ആസ്ക്ഡ്.
For them, this DSA, like database questions are the hardest. So അതായിരിക്കും hard ആയിട്ട് ചോദിക്കുന്നത്. Coding is it's still medium level. You have to learn all those concepts. I hope I answered your question. ഞാൻ കുറെ എക്സ്ട്രാ പറഞ്ഞു തോന്നുന്നു. ഓക്കെ ചെയ്യുന്നുണ്ട്. അല്ല റോളിനെ പറ്റി കറക്റ്റ് ഐഡിയ ഇല്ലായിരുന്നു, അതാ ചോദിച്ചത്. It's mainly like the back end of data. നമ്മൾ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ലൈക്ക് ഇത്രയും ഡേറ്റ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യേണ്ടത്. ഇത്രയും ഡേറ്റ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, അതിനെങ്ങനെ നമ്മൾ നല്ല ഒരു യൂസ്ഫുൾ ഡേറ്റ ആയിട്ട് മാറ്റുന്നു, അതാണ് കംപ്ലീറ്റ് പ്രോസസ്സ്. പിന്നെ അതിന്റെ മുകളിലാണ് ഈ ഡേറ്റ സയൻസും ഡേറ്റ അനാലിസിസ് ഒക്കെ വരുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ബാക്ക് എൻഡ്. സോ in short. And I could see chat il kore questions vanittunde. Can someone read? Like Haneen, can you just read one by one? Hello. ഹലോ ഹലോ. കേൾക്കുന്നില്ലേ ഇപ്പൊ? ഓക്കെ കേൾക്കുന്നുണ്ട്. മിസ്റ്റർ മാത്യു വർഗീസ് ചോദിച്ചിട്ടുണ്ട്, ഹൗ ഈസ് ഗൂഗിൾ യുണീക്ക് ഇൻ പ്രൊമോട്ടിംഗ് റൈറ്റ് AI മെത്തഡോളജീസ് ടുഡേ? ഗൂഗിൾ, ഓക്കെ. സോ നിങ്ങൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ലൈക്ക് ഗൂഗിൾ ഈസ് വൺ ഓഫ് ദ പയോണിയർ ഓഫ് ഓൾ ദ AI ടെക്നോളജീസ്. ലൈക്ക് ഇവരാണ് എല്ലാ ഈ ലൈക്ക് ഫോർ എക്സാമ്പിൾ ChatGPT, ദെൻ ഗൂഗിളിന്റെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജെമിനായി, പിന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ വീഡിയോസ് കാണാറില്ലേ, AI ജനറേറ്റഡ് വീഡിയോസ്. സോ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആർ ജനറേറ്റഡ് ഫ്രം ഗൂഗിൾ. ലൈക്ക് അവരാണ് ഇതിൻ്റെ ഒക്കെ മെയിൻ ആയിട്ട് ടൂൾസ് ഉണ്ടാക്കുന്നത്. സോ നമ്മളിപ്പോൾ ഗൂഗിൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താ ഒരു ബെസ്റ്റ് തിങ് ഈസ് ലൈക്ക് എപ്പോഴും എന്തെങ്കിലുമായിട്ട് വർക്ക്ഷോപ്സ് ഉണ്ടാവും, ലൈക്ക് AI റിലേറ്റഡ് വർക്ക്ഷോപ്സ്, AIന്റെ ലൈക്ക് ഡിഫറെന്റ് LLMs, ഓൾ ദോസ് തിങ്സ് ആർ ദെയർ. വി വിൽ ബി ഹാവിംഗ് സം വർക്ക്ഷോപ്സ് ഓർ ഓൾ ദോസ് തിങ്സ്. പിന്നെ അവിടെ എന്താ വെച്ചാൽ അവിടെ ഇപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ലൈക്ക് ഓൾ ദി പ്രോജക്ട്സ് നമ്മൾ AI യൂസ് ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് സിൻസ് ഇറ്റ് ഈസ് ഗൂഗിൾ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു യൂസ് ദ ഗൂഗിൾ ടൂൾസ് ഓൺലി, ലൈക്ക് ഫോർ ഡ്യൂ ടു പ്രൈവസി ഇഷ്യൂസ്. സോ നമ്മൾ എല്ലാ പ്രൊജക്ട്സിലും എവ്രിവെയർ വി ആർ യൂസിങ് ദിസ് ജെമിനായി മാത്രമല്ല, അവർക്ക് കുറെ ഇന്റേണലി നമ്മളെ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് അവർ കുറെ AI ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഓൾ ദോസ് തിങ്സ് വി ആർ യൂസിങ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് അവിടെ എനിക്ക് ലൈക്ക് like 1 or 2 years before, there were a lot of firing also happening. So technology is changing, we have to adapt it. AI in the tools, like I also started exploring a lot of tools, AI tools, agentic AI, that is one of the most buzzword nowadays. You can search about it, what is agentic AI. So it is very important for people like us, like especially Google join cheyunnavർക്ക് very important that we should upskill. So yeah, I hope that answered the question. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജോബ്സ് ഒക്കെ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവോ, ഇല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ജോബ് റോളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? സോ അതിന് എനിക്കൊരു കൃത്യമായിട്ടുള്ള ആൻസർ പറയാൻ പറ്റില്ല, ബിക്കോസ് ഈവൻ ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ദേ ഓൾസോ ഡോണ്ട് ഹാവ് എ വെരി ക്ലിയർ ആൻസർ ഓൺ ദാറ്റ്. ബട്ട് വൺ തിങ് യു ഹാവ് ടു ഡു ഈസ് എപ്പോഴും നിങ്ങൾ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. ലൈക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആസ് സച്ച് ജോബ് എപ്പോഴും ഉണ്ടാവും, അങ്ങനെ ജോബ് അങ്ങനെ കംപ്ലീറ്റ്ലി പോകുന്നില്ല. ബട്ട് യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് വൈബ് കോഡിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പം വരുന്ന ഒരു ബസ് വേർഡാണ് വൈബ് കോഡിങ്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ AI ടൂൾ ഉണ്ടാവും, ലൈക്ക് ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് കോപൈലറ്റ്, അത് വൺ ഓഫ് ദി ടൂളാണ്. സോ അതിലിപ്പം നിങ്ങൾ ക്രിയേറ്റ് ആൻ ആപ്ലിക്കേഷൻ, സ്പ്ലിറ്റ് വൈസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കേട്ടിട്ടുണ്ടാവില്ലോ നിങ്ങൾ. സോ ജസ്റ്റ് ക്രിയേറ്റ് എ ആപ്പ് സ്പ്ലിറ്റ് വൈസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് കോഡ് വിത്ത് ഓൾ ദ ഫയൽസ് ഇറ്റ് വിൽ ജനറേറ്റ് ഓട്ടോമാറ്റിക്കലി. വി ജസ്റ്റ് ഹാവ് ടു ഡിപ്ലോയ് ഇറ്റ്. So I was actually trying that in one of the Google tool, and Google is having this Firebase Studio. So that is one of the tool. So adini njan endo oru സംഭവം ഉണ്ടാക്കുമായിരുന്നു, and it was completely coding. ഞാൻ just instructions കൊടുക്കുമായിരുന്നു, and it was able to code that. But one thing is like അതിൽ കുറെ എറേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ ഡീബഗ് ചെയ്യും? പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്മോൾ സ്കെയിലിൽ ഇപ്പൊ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മേ ബി ദേ ലൈക്ക് മച്ച് പീപ്പിൾ ആർ നോട്ട് റിക്വയർഡ്. ലൈക്ക് വെരി സ്മോൾ സ്കെയിൽ, ഇപ്പോൾ ഒരു ചെറിയ സ്കെയിലിൽ നമ്മൾ ആപ്പ് ഉണ്ടാക്കുന്നു, അപ്പം മച്ച് പീപ്പിൾ ആർ നോട്ട് റിക്വയർഡ്. മുന്നേ ഇപ്പം 5 ആൾക്കാരാണെങ്കിൽ മേ ബി ഇപ്പം 2 ആൾക്കാർ മതിയായിരിക്കും സ്മോൾ സ്കെയിൽ. പക്ഷേ
if we are talking at a very big scale, കുറെ സംഭവങ്ങൾ വരാനുണ്ട്. ലൈക്ക് ഫ്രം റിക്വയർമെന്റ് ഗാദറിങ്, പ്രോട്ടോടൈപ്പിംഗ്, ബിൽഡിംഗ്, ഇംപ്ലിമെന്റിംഗ്, ഡിസൈനിങ്, പിന്നെ ഡിപ്ലോയിങ്, ലൈക്ക് കുറെ സ്റ്റെപ്സ് വരാനുണ്ട്. പിന്നെ അതിനെങ്ങനെ നമ്മൾ സ്കെയിൽ ചെയ്യും, അങ്ങനത്തെ കുറെ ആസ്പെക്ട്സ് വരാനുണ്ട്. സോ അത് on a big scale, I don't think software engineering jobs are not going anywhere. It will be always there. But according to me, what I feel that with the help of AI, we are able to do the task very easily. Like മുന്നേ ചിലപ്പോൾ 5 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ടാസ്ക് നമ്മളിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോഡൊക്കെ അത് തരുന്നുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു കോഡ് എഴുതുന്നു, അതിന് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിനോട് ചോദിക്കുന്നു, അത് ഓൾറെഡി ദേ വിൽ ഗിവ് ആൻ എറർ, ലൈക്ക് വാട്ട് ഈസ് ദ എറർ, ഹൗ ടു ഫിക്സ് ഇറ്റ്. ബട്ട് ആക്ച്വലി നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് ഐ തിങ്ക് വി ആർ ഗോയിങ് ടു ഗെറ്റ് മോർ ആൻഡ് മോർ വർക്ക്. ലൈക്ക് പണ്ട് 5 മണിക്കൂർ ചെയ്താലും നമ്മളിപ്പോൾ 1 മണിക്കൂർ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? മോർ ആൻഡ് മോർ വർക്ക് വി ക്യാൻ ഡു. ഇപ്പം 5 മണിക്കൂറിൽ ഒരു വർക്ക് ആയിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് 5 മണിക്കൂർ കൊണ്ട് 5 വർക്ക് ചെയ്യാൻ പറ്റും. So there are a lot of debates, everything going on, but I think the most important thing that you should do is upskill yourself. Software engineering എവിടെയും പോകാൻ പോകുന്നില്ല. സോ അതിൽ തന്നെ നമ്മൾ upskill, കുറെ പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ upskill on that. Data field is good, software engineering is good, security, it's most important thing. എല്ലാം ഉണ്ടാവും, but we have to upskill. Like പുതിയ ടെക്നോളജീസും പുതിയ ഡൊമൈൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് upskill ചെയ്തുകൊണ്ടിരിക്കണം. Like I cannot tell that this job is not going to be there. ബട്ട് മാനുവൽ വർക്ക് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ആവും. ലൈക്ക് ഡേറ്റ എൻട്രി ജോബ്സ്, അങ്ങനത്തെ കുറെ ടൈപ്പ് ഓഫ് ജോബ്സ് ഉണ്ട്. സോ അതൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല. ബട്ട് ദർ വിൽ ബി മോർ ജോബ്സ് കമ്മിങ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. AI will create more jobs. That's what I feel. Yeah, but we'll see. But one thing you have to do is upskill yourself. That is one thing. Very important. I hope that answered your question. Okay, thank you. ചാറ്റിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിക്കണേ. Okay, വായിക്കാം. Amrita Das ചോദിച്ചിട്ടുണ്ട്, which coding language is more preferable for cracking interviews? Coding language, actually, I would say like 3 are there: C++, Java or Python. So ഇത് മൂന്നും ഏതായാലും കുഴപ്പമില്ല. Like don't go for C. But for electronic students, I don't know. Like electronic students, I think there are some companies that ask questions in C, assembly language, like those things they will ask. But if you are going to IT, then I would say C++, Java or Python. For coding, for DSA. Okay, ma'am, thank you. Hello? സോ ലെവനി ചേച്ചി, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ കറന്റ് 4th ഇയർ CSE സ്റ്റുഡൻ്റ് ആണ്. സോ ഞാൻ ചേച്ചിൻ്റെ ലിങ്ക്ഡിനിലൂടെ ഒന്ന് ചേച്ചി ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കണ്ടു ചേച്ചി 2022 പാസ് ഔട്ട് ആണ്. അതിന് മുമ്പ് തന്നെ ചേച്ചി കുറച്ച് ഫണ്ടമെന്റൽ സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഡാറ്റ അനലിസ്റ്റ്. സോ നമുക്ക് ബഞ്ച് ഓഫ് ഡിഫറെന്റ് ഡൊമൈൻസ് ഉണ്ടല്ലോ CSE ഫീൽഡിൽ. സോ ഹൗ യു ആക്ച്വലി ചൂസ് വൺ ഓഫ് ദം? ലൈക്ക് ഇതാണ് എൻ്റെ ഫീൽഡ്. സോ ആ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ ആക്ച്വലി സോ ഞാൻ കോളേജിന്റെ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന കോഴ്സസ് വെച്ചാൽ ഇറ്റ് വാസ് നോട്ട് എ പെർട്ടിക്കുലർ തിങ്. ലൈക്ക് ഞാൻ ഇത് ഡേറ്റ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആണല്ല ചെയ്ത്, അങ്ങനെയൊന്നും ആയിരുന്നില്ല. ലൈക്ക് ഞാൻ ആക്ച്വലി വെബ് ഡെവലപ്മെന്റ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വെബ് ഡെവലപ്മെന്റ് ഒന്നോ രണ്ടോ കോഴ്സ് ചെയ്തായിരുന്നു കോഴ്സേറിന്ന്. ദെൻ ക്ലൗഡിന്റെ ഒരു സംഭവം വന്നു. ആ സമയത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇറ്റ് വാസ് എ ബിഗ് തിങ്. സോ ക്ലൗഡിന്റെ ഞാൻ ആക്ച്വലി മൈക്രോസോഫ്റ്റിന്റെ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. സോ ഐ ഗോട്ട് എ ഫ്രീ സർട്ടിഫിക്കേഷൻ, ലൈക്ക് ഫ്രീ വൗച്ചർ ഫ്രം ദം. സോ അത് വെച്ചിട്ട് ഞാൻ ക്ലൗഡിന്റെ സർട്ടിഫിക്കറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇന്റേൺഷിപ്പ് കിട്ടിയ സമയത്ത് അത് കുറെ ഡേറ്റ വെയർ ഹൗസിങ്, ഡേറ്റ മോഡലിംഗ്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. സോ അതിന്റെ സർട്ടിഫിക്കേഷൻസ് ഞാൻ അത് ചെയ്തു, ജസ്റ്റ് ടു അപ്സ്കിൽ മൈസെൽഫ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം വെബ് ഡെവലപ്മെന്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കുറച്ച് കോഴ്സസ് ചെയ്യുന്നത് ഈസ് വൺ തിങ്. ആൻഡ് നിങ്ങൾ ശരിക്കും നല്ലൊരു പ്രൊജക്ട് ബിൽഡ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡിങ് വിത്ത് വെരി ഗുഡ് ലോജിക് ആൻഡ് ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് വൺ തിങ്. സോ ജസ്റ്റ് ചുമ്മാ കോഴ്സ് ചെയ്ത് വിടാൻ പാടില്ല. ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യാം. പിന്നെ കോഴ്സ് ചെയ്യുന്നതിന് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ആൻഡ് ദാറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് എ പോസിറ്റീവ് തിങ്. അത് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇഫ് യു ആർ ഗുഡ് ഇൻ യുവർ സ്കിൽസ്. സോ ഡിപ്പെൻസ് ആണ്. ഇപ്പം നിങ്ങളിപ്പം ഡേറ്റ സയൻസ് ഫീൽഡാണ് ഇപ്പം എക്സ്പ്ലോർ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ട്രൈ ടു ഡു സം സർട്ടിഫിക്കേഷൻസ് ഓൺ ദാറ്റ്. അല്ലെ ക്ലൗഡിലാണെങ്കിൽ ട്രൈ ടു ഡു സം സർട്ടിഫിക്കേഷൻസ് ഓൺ ദാറ്റ്. സോ അത് ആക്ച്വലി Udemy is a good platform. Like go for the highest rated courses. If you are in web development or app development or whatever, like you go for the highest rated courses. And Coursera is also good. So Coursera നിങ്ങൾ ആക്ച്വലി പൈസ ഭയങ്കര കൂടുതലാണ് പൈസ. ബട്ട് ആക്ച്വലി ഇന്ത്യൻസിന് അവരൊരു ഇതുണ്ട്, ലൈക്ക് വി ക്യാൻ അപ്ലൈ ഫോർ ദ ഫിനാൻഷ്യൽ എയ്ഡ്. ദർ ഈസ് വൺ ഓപ്ഷൻ ഫോർ ദാറ്റ്.
So there you just write, I am financially very bad, like very bad condition. അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ ഞാൻ അങ്ങനെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഡിപ്പെൻസ് ആണ്. മെയിൻലി യുഡെമി, കോഴ്സെറ, പിന്നെ യൂട്യൂബ്. യൂട്യൂബ് യു നോ ലൈക്ക് മെനി പ്ലേലിസ്റ്റ്, ലോട്ട് ഓഫ് തിങ്സ് ആർ ദിയർ. സോ ഈ 3 പ്ലാറ്റ്ഫോംസ് ആണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് അതർ പ്ലാറ്റ്ഫോംസ് ഓൾസോ. ബട്ട് ഐ പ്രിഫർ ദിസ്. സോ ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ 2022 ശേഷം ചേച്ചിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. സോ ചേച്ചിന്റെ ഒരു പെർസ്പെക്റ്റീവില് വാട്ട് കൈൻഡ് ഓഫ് പ്രൊജക്ട് ദാറ്റ് ആക്ച്വലി യു വാല്യൂ? ഐ മീൻ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടയർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഡേ മൈക്രോസോഫ്റ്റ് ഒരു ജോബ് പോസ്റ്റിംഗ് കിട്ടുന്നുണ്ടായിരുന്നു, ആൻഡ് ഗൂഗിൾ ഒരു ജോബ് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ബേസിക് ആയിരിക്കും. ലൈക്ക് പ്രൊഫിഷ്യൻസി ഇൻ എനി ഓഫ് ദി 3 ലാംഗ്വേജസ്, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ. സോ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു സാസ് പ്രൊഡക്റ്റിന്റെ കുറെ പ്രൊജക്ട്സ് നമ്മൾ മേ ബി ചെയ്തിട്ടുണ്ടാവും. ചിലവരെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ NLP റിലേറ്റഡ് സ്റ്റഫ്സ് ചെയ്തിട്ടുണ്ടാവും. സോ ആസ് പെർ യുവർ എക്സ്പീരിയൻസ്, ലൈക്ക് ഏതായിരിക്കും ഇപ്പോഴത്തെ ഒരു സീനാരിയോയിൽ നമ്മൾ ഫ്രഷറായിട്ട് കയറുന്ന സമയത്ത് നമ്മളും AI എന്ന് പറയുന്ന ഒരു ഫീൽഡിലോട്ട്, അല്ലെങ്കിൽ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ഫീൽഡിലോട്ട് കയറി ചെന്ന് ഒരു പ്രൊജക്ട് ചെയ്യുന്നത് അത്രയും മാൻഡേറ്ററി ആയിരിക്കുമോ, അതോ സാസ് പ്രൊഡക്റ്റ് തന്നെ മതിയാവുമോ? കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആകുമ്പോഴുള്ള കാര്യമാണോ പറയുന്നത്? അതെ, ഫ്രഷർ ആവുന്ന സമയത്ത്. ഓക്കെ. സോ ഇപ്പം നിങ്ങൾ ഇപ്പം പറഞ്ഞല്ലോ മൈക്രോസോഫ്റ്റിന്റെ ഒരു ഓപ്പണിംഗ് കണ്ടപ്പോൾ റിക്വയർമെന്റ്സ് ഈസ് വെരി ബേസിക്. സോ അവരുടെ ഇന്റർവ്യൂസും ആക്ച്വലി അങ്ങനെയായിരിക്കും. ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ അവർ ആക്ച്വലി അധികം അങ്ങനെ പ്രൊജക്ട്സ് നോക്കാറില്ല. ബട്ട് ദാറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ചേഞ്ച്. അത് ശരിക്കും മാറാൻ പോവാണ്. ആക്ച്വലി ദേ ആർ ഹാവിംഗ് ദിസ് സിസ്റ്റം ഡിസൈൻ റൗണ്ട്സ്. സിസ്റ്റം ഡിസൈൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പോലെ തരും. ഓക്കെ, നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് സൊമാറ്റോ പോലത്തെ ഒരു ആപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ ആർക്കിടെക്ചർ. സോ അങ്ങനത്തെ ഒക്കെ റൗണ്ട്സ് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ റിക്വയർമെന്റ്സ് ഈസ് ബേസിക്. സോ വാട്ട് യു അണ്ടർസ്റ്റുഡ് ഫ്രം ദാറ്റ്, ദേ ആർ ഫോക്കസിങ് ഓൺ ഫൗണ്ടേഷൻസ്. സോ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലത്തെ കമ്പനീസ് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഫൗണ്ടേഷനിലാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വിചാരിച്ചോ, യുവർ ഫസ്റ്റ് 2 to 3 റൗണ്ട്സ് വിൽ ബി കംപ്ലീറ്റ്ലി DSA ടിൽ ഹാർഡ് ലെവൽ, ലൈക്ക് മീഡിയം ടു ഹാർഡ് ലെവൽ. സോ അതാണ് അവരുടെ ഇന്റർവ്യൂ പ്രോസസ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് സിസ്റ്റം ഡിസൈൻ റൗണ്ട് ഉണ്ടാവും. ലൈക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല, ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്പ് വർക്ക് ആവുന്നത് കംപ്ലീറ്റ്, ആ ഒരു ആർക്കിടെക്ചർ എങ്ങനെയായിരിക്കും. ഇതിനൊക്കെ കറക്റ്റ് 100% കറക്റ്റ് ആൻസർ കൊടുക്കണമെന്നില്ല. ബട്ട് യുവർ തോട്ട് പ്രോസസ് അവർ മെയിൻ ആയിട്ട് നോക്കുന്നത് നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്രോച്ച് എന്താണ് അതാണ് അവർ മെയിൻ ആയിട്ട് നോക്കുന്നത്. അത് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലത്തെ കമ്പനീസിൽ. പിന്നെ പ്രൊജക്ട് എന്തുകൊണ്ടാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, ലൈക്ക് ഗുഡ് പ്രൊജക്ട്സ്, ഒരു നല്ലൊരു ഇപ്പൊ 4th ഇയറിന്റെ പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രൊജക്ട് ചെയ്താൽ ഉള്ളൊരു ഗുണം. സോ നിങ്ങൾക്ക് ആദ്യം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലത്തെ കമ്പനീസിൽ കിട്ടണമെന്നില്ല. യു വിൽ ബി ട്രൈങ് ഫോർ സ്റ്റാർട്ടപ്സിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് അവർ നോക്കുന്നത് കോഡിംഗ് ഉണ്ടാവും. ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് കോഡിംഗ് വിൽ ബി ദെയർ. ബട്ട് മെയിൻ ആയിട്ട് അവർ നോക്കുന്നത് നിങ്ങളുടെ പ്രൊജക്ട്സ് ആയിരിക്കും. നല്ല സ്റ്റാർട്ടപ്സിൽ പോകണമെങ്കിൽ ദേ വിൽ ബി വെരി പർട്ടിക്കുലർ അബൌട്ട് യുവർ പ്രൊജക്ട്. ലൈക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് നിങ്ങൾ ആ പ്രൊജക്റ്റിൽ നോക്കിയത്, എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്. പിന്നെ അവർ അതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ തരും. ഓക്കെ, ഇത് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അപ്രോച്ച്. സോ ദേർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ സർവീസ് ബേസ്ഡ് കമ്പനീസും ചോദിക്കാറുണ്ട്, ലൈക്ക് പ്രൊജക്ടിനെ പറ്റി അവരും ചോദിക്കാറുണ്ട്. സോ പ്രൊജക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഒരു 4th ഇയർ ആകുമ്പോഴേക്കും ഒരു നല്ല 1-2 പ്രൊജക്ട്സ് ഉണ്ടാവുന്നത് വളരെ നല്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രൊജക്ട്സ് എങ്കിലും മതി, നല്ല ഗുഡ് പ്രൊജക്ട്. അപ്പൊ അതെന്തായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ദോ അവരുടെ ജോബ് റിക്വയർമെന്റ്സിൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള സംഭവം ആണെങ്കിലും their interviews are very difficult, very difficult. Like DSA റൗണ്ട് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്താലേ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഫോർ ഫ്രഷേഴ്സ്. ലൈക്ക് നിങ്ങൾക്ക് ഓൺലൈൻ അസസ്മെന്റ് ഒക്കെ ഉണ്ടാവും. സോ അതിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല ഭയങ്കര ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അതിനൊക്കെ അത്യാവശ്യം നല്ലോണം പഠിക്കണം. സോ നിങ്ങളിപ്പം കോളേജ് കഴിയുമ്പം തന്നെ മേ ബി നിങ്ങളുടെ ആ ഒരു ഡ്രീം കമ്പനി കിട്ടിയെന്ന് വരില്ല. നോർമൽ ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് TCS എന്നായിരിക്കും. ബട്ട് വൺ തിങ് ഈസ് ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ നിങ്ങൾ എന്താ ഡിസർവ് ചെയ്യുന്നതെന്ന്. സോ ആ ഡിസർവ് ചെയ്യേണ്ട ഒരു സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ സ്കൂളിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം വലിയ കോളേജസിൽ ഇരിക്കുന്നു. കോളേജിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തവർ കോളേജ് കഴിഞ്ഞിട്ട് നല്ല വലിയ കമ്പനീസിലെത്തി. പിന്നെ കോളേജിൽ അധികം ഹാർഡ് വർക്ക് ചെയ്യാത്തവർക്ക് ഇനി ജോബ് ഇനിയിപ്പോൾ TCSലായി ഇൻഫോസിലായി കിട്ടിയെന്ന് വിചാരിച്ചാൽ ഇനി അവിടുന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ലൈക്ക് ഇഫ് യു വാണ്ട് ടു ഗോ ടു സം നെക്സ്റ്റ് ലെവൽ, നിങ്ങൾക്ക് ജോലി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഹാർഡ് വർക്ക് എന്തായാലും ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ചെയ്യണം ടു റീച്ച് വേർ യു വാണ്ട് ടു. I think that answered your question.
ഓക്കെ. അപ്പോൾ ഈ ഫ്രഷർ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ബേസിലോട്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കുന്നു. അല്ല കുഴപ്പമില്ല, ചോദിച്ചോ. ഓക്കെ. മനസ്സിലായാൽ മതി ഞാൻ പറയുന്ന ആൻസർ. ഓക്കെയാണ്, ക്ലിയർ ആണ്, സംഭവം ക്ലിയർ ആണ്. അപ്പോൾ വേറെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല് നമുക്ക് രണ്ട് രീതിയിൽ ഇപ്പോൾ കയറാം. ഐ മീൻ ഫ്രഷർ ആയിട്ട് ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ വലിയ Airbnb പോലത്തെ ഒരു കമ്പനിയിൽ കയറുന്നു. ആൻഡ് അല്ല ഇപ്പോൾ ചേച്ചിനെ പോലെ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷം കയറുന്നു. സോ അവര് ആക്ച്വലി അതിലെന്തെങ്കിലും പ്രോസസ്സിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പൊ സിസ്റ്റം ഡിസൈൻ എന്ന് പറയുന്ന റൗണ്ട് ഫ്രഷേഴ്സിന് നോർമലി അവർ ചോദിക്കുന്നുണ്ടോ? കാരണം ആസ് എ ഫ്രഷർ ഈ സ്കെയിലബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ, കസ്റ്റമർ റിക്വയർമെന്റ്, ഐ മീൻ യൂസർ റിക്വയർമെന്റ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഒന്നും ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട്, റൈറ്റ്? ലൈക്ക് ദേ ആക്ച്വലി കൂടുതൽ ഹോബി പ്രോജക്ട്സ് ലൈക്ക് സ്റ്റഫ്സ് ആയിരിക്കും അവരുടെ കൂടുതൽ കയ്യിലുണ്ടാവും. സോ അവര് മേ ബി നോർമലി ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്കെയിലബിലിറ്റി ഭയങ്കര ഫാക്ടർ അല്ല. അപ്പോൾ അതെങ്ങനെയാണ് ഇവരെ ശരിക്കും നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് ആസ് എ ഫ്രഷറും ഇതിലാകുമ്പോൾ എന്ത് വ്യത്യാസം അവിടെ ശരിക്കും വരുന്നത്? ഈസി ആസ് എ ഫ്രഷർ തന്നെ ആയിരിക്കുമോ കയറാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവുക? സോ ഡിഫിക്കൽട്ടി ലെവലിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഫ്രഷേഴ്സ് ആയിട്ട് ഇപ്പൊ ഈ ഒരു ടയർ 1 കമ്പനീസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഓൺലൈൻ അസസ്മെന്റ് ആണ്. കാരണം ഓൺലൈൻ അസസ്മെന്റ് ഇറ്റ് ഈസ് ലൈക്ക് നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ കോളേജിൽ എന്തായാലും വരാറില്ലല്ലോ ഈ കമ്പനീസ്. സോ അതൊരു നാഷണൽ ലെവലാണ് അവർ ഈ ഓൺലൈൻ അസസ്മെന്റ് നടത്തുന്നത്. സോ ഓൺലൈൻ അസസ്മെന്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. ലൈക്ക് നിങ്ങൾ അത്രയും നല്ല പ്രാക്ടീസ് വേണം DSA കോഡിങ്ങിലൊക്കെ, എന്നാലാണ് അത് കിട്ടാറ്. നമ്മൾ ഓൺലൈൻ അസസ്മെന്റ് ക്ലിയർ ആവാറ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്റർവ്യൂ റൗണ്ട്സ് ഒക്കെ വരുന്നത്. സോ ആ ഒറ്റ പാർട്ടാണ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. ബട്ട് there were like in my class also there were very good students who were very good at coding. സോ അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂ ലെവലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷേഴ്സിന് അവർ ഇപ്പം സിസ്റ്റം ഡിസൈൻ റൗണ്ട്സ് ഒക്കെ ചോദിക്കുന്നത് കുറച്ച് കുറവാണ്. പിന്നെ ഈവൻ നിങ്ങളോട് സിസ്റ്റം ഡിസൈൻ റൗണ്ട് ചോദിച്ചു കഴിഞ്ഞാലും ദേ ആർ നോട്ട് എക്സ്പെക്ടിങ് യു ടു ഗിവ് 100% കറക്റ്റ് ആൻസർ. പിന്നെ നിങ്ങൾക്ക് ആൻസർ എങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കുറച്ച് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടാവില്ല, അതൊക്കെ ബേസ്ഡ് ആയിട്ട് വേണം നിങ്ങൾക്ക് ആൻസർ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു സിസ്റ്റം ഡിസൈൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഡിസൈൻ മാത്രമല്ല, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു, ഇതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എങ്ങനെയായിരിക്കും, ലൈക്ക് ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ അതിനൊക്കെ ഒരു പ്രൊജക്ട് നോളേജ് ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സിസ്റ്റം ഡിസൈൻ എക്സ്പീരിയൻസ് ആൾക്കാരോട് എന്തായാലും ചോദിക്കും. ലൈക്ക് എന്നോട് ചോദിച്ചിരുന്നു, എൻ്റെ ഫസ്റ്റ് റൗണ്ട് കോഡിങ് സീക്വൽ ആയിരുന്നു, പിന്നെ സെക്കൻഡ് റൗണ്ട് വാസ് കംപ്ലീറ്റ്ലി സിസ്റ്റം ഡിസൈൻ ഫ്രം ലൈക്ക് ആ ഫ്രഷേഴ്സിനോട് ഒരു സിസ്റ്റം ഡിസൈൻ ചോദിക്കുമ്പോൾ their expectations are much more. കാരണം നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, നമുക്ക് അറിയാം എങ്ങനെയാണ് ഈ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ഓൾറെഡി അറിയാം. സോ their expectations will be more. അപ്പൊ നമ്മളൊരു മര്യാദക്കുള്ള ഒരു ആൻസർ കൊടുക്കണം, വെറുതെ തട്ടിക്കൂട്ട് ആൻസർ കൊടുത്താൽ അപ്പൊ തന്നെ റിജക്റ്റ് ആവും. പക്ഷെ ഫ്രഷേഴ്സിനോട് സിസ്റ്റം ഡിസൈൻ ചോദിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ കുറവായിരിക്കും. സോ അതാണ് ആ ഒരു ഡിഫറൻസ്. ലൈക്ക് കോഡിംഗ് ഉണ്ടാവും, കോഡിംഗ് ഈവൻ അവർ ഫ്രഷേഴ്സിനോടും ചോദിക്കാറുണ്ട്. ടയർ 1 കമ്പനീസ് ഫ്രഷേഴ്സിനോട് ഒരു കോഡിംഗ് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് റൗണ്ട് എന്തായാലും കമ്പൽസറി ഇറ്റ് ഈസ് കോഡിംഗ്. ബട്ട് സിസ്റ്റം ഡിസൈൻ ഞാൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിംഗ് ഒക്കെ ഇപ്പം സിമ്പിൾ ആയിട്ട് AI ചെയ്യും. ലൈക്ക് ആ ടിപ്പിക്കൽ ഐ തിങ്ക് ദാറ്റ് ട്രഡീഷണൽ കോഡിംഗ് ഈസ് ഗോയിങ്, എല്ലാം ഇപ്പൊ AI ചെയ്യും. ദാറ്റ് ഈസ് ഐ തിങ്ക് ദാറ്റ് വിൽ ചേഞ്ച് ഇൻ ഫ്യൂച്ചർ. ദ ഇന്റർവ്യൂ റൗണ്ട്സും അതൊക്കെ കുറച്ച് ചേഞ്ച് ആവും. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ടത് വെച്ചാൽ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നത്, എങ്ങനെയാണ് എൻഡ് ടു എൻഡ്, എങ്ങനെയാണ് അതിന്റെ ഓരോ സ്റ്റെപ്സ്. സോ ആ ഒരു ഫൗണ്ടേഷൻ അഗൈൻ ഇറ്റ് ഈസ് കമ്മിങ് ടു ഫൗണ്ടേഷൻ, ലൈക്ക് എങ്ങനെയാണ് റിസോഴ്സസിന്റെ, എങ്ങനെയാണ് സ്കേലബിലിറ്റി, എങ്ങനെ, ഇതൊക്കെ ഫൗണ്ടേഷൻസ് ആണ്. സോ അതിന്റെ ഒരു ഐഡിയ ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് യാ, എക്സ്പെക്ടേഷൻ വിൽ ബി ഡിഫറെന്റ് ഫ്രം ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ ചേച്ചി, താങ്ക് യു. ചാറ്റിലൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോന്ന് പറയണേ. ഓക്കെ, ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈസ് ലീഡ് കോഡ് സ്റ്റിൽ എ തിങ്? ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്കൊന്നും ഞാൻ ഓൾറെഡി ആൻസർ ചെയ്യുന്നു, ബട്ട് ഐ വിൽ സ്റ്റിൽ സേ ഫോർ നൗ യെസ്. For now, if you want to clear the interview, yes, you have to do DSA, you have to practice lead code. And for practicing DSA, lead code is the best platform. പിന്നെ ഒരു ചാനൽ, പിന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ടേക്ക് യു ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ് ചാനൽ ഫോർ DSA പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ലീഡ് കോഡ്, അത് ഇപ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഇൻ ഫ്യൂച്ചർ ഐ ഡോണ്ട് നോ. സോ ഇപ്പം നിങ്ങൾ ജോലിക്ക് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റെലവെന്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് for IT jobs. Okay, next question, Monica. What were the preparations done to get to tier 1 companies? Okay. So preparation, ഞാൻ പറഞ്ഞില്ല, like first round will be mainly DSA rounds. So ഞാൻ ആദ്യം DSA, അത് ലീഡ് കോഡ്, യൂട്യൂബ് അവിടെ ഒക്കെ വെച്ചിട്ട് ഞാൻ കുറെ DSA ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു.
പിന്നെ നമ്മുടെ ഫീൽഡിൽ ഡേറ്റാബേസ് ലൈക്ക് സീക്വൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതും കുറെ പ്രാക്ടീസ് ചെയ്തു. ലൈക്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ലോട്ട് ഓഫ് കോൺസെപ്റ്റ്സ് അതൊക്കെ പഠിച്ചു. ദെൻ നമ്മുടെ ഡേറ്റ എഞ്ചിനീയറിംഗ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ലൈക്ക് ക്ലൗഡ്, ഏതെങ്കിലും ഒരു ക്ലൗഡ് ലൈക്ക് Azure, AWS, GCP, ഏതെങ്കിലും ഒരു ക്ലൗഡ് ഉണ്ടാവും. പിന്നെ സ്പാർക്ക്, പിന്നെ അങ്ങനത്തെ കുറെ ടൂൾസ് ഉണ്ട്. ലൈക്ക് മെനി ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് മെനി ഡിഫറെന്റ് ടൂൾസ് ആർ ദർ. സോ ദെൻ ഐ പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ദാറ്റ്. കമ്പനീസിന്റെ റിക്വയർമെന്റ്, അതൊക്കെ പല കമ്പനീസിന്റെ റിക്വയർമെന്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് കുറെ പഠിക്കാൻ തുടങ്ങി. ആൻഡ് ഇൻ Siemens also I was working in a good project, so I was having that understanding. സോ ഡിപ്പെൻസ് ഓൺ നിങ്ങൾ ഏത് കമ്പനിയിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ആ കമ്പനീൻ്റെ ഒരു ജോബ് റിക്വയർമെന്റ്സ് ഉണ്ടാവില്ലേ, അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 60 to 70% എങ്കിലും നിങ്ങൾ മാച്ച് ആവണം, എന്നാലേ അവർ സെലക്ട് ചെയ്യുള്ളൂ. സോ അത് വെച്ചിട്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ടു സോഫ്റ്റ്വെയർ ഡെവലപ്പർ റോൾ, കോഡിംഗ് യു ഷുഡ് ബി ഗുഡ് ഇൻ വൺ ഓഫ് ദ കോഡിംഗ് ലാംഗ്വേജ്. പിന്നെ സ്റ്റാർട്ടപ്സിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ JavaScript, Next.js, React ഇതൊക്കെ ഉണ്ടാവും. ഫ്രണ്ട് എൻഡ്, വൺ ഓഫ് ദി ഫ്രണ്ട് എൻഡ് ടൂൾ, വൺ ഓഫ് ദി ബാക്ക് എൻഡ് ടൂൾ, അതൊക്കെ നിങ്ങൾ പഠിക്കണം. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം. ലൈക്ക് വിച്ച് എവർ ഫീൽഡ് യു വാണ്ട് ടു ഗോ. ഡേറ്റ സയൻസ് ആണെങ്കിൽ അതിനനുസരിച്ച് കുറെ അൽഗോരിതംസ്, ലീനിയർ റിഗ്രഷൻ, ലോട്ട് ഓഫ് തിങ്സ് ആർ ദർ, അതിനനുസരിച്ച് പഠിക്കണം. പിന്നെ ക്ലൗഡ് ആണെങ്കിൽ ക്ലൗഡിനനുസരിച്ച് പഠിക്കണം. സോ വിച്ച് എവർ ഫീൽഡ് യു വാണ്ട് ടു ഗോ, യു ഹാവ് ടു സ്റ്റഡി അക്കോർഡിംഗ് ടു ദാറ്റ്. Okay, next question, Maika. What are the challenges you face in your role? Faced in your role? ഇപ്പോഴത്തെ റോളായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഡാറ്റ എഞ്ചിനീയർ റോൾ. അതായത് ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ചാലഞ്ചസ് ആണോ ഉദ്ദേശിക്കുന്നത്? അതായിരിക്കും കറക്റ്റ്. ഓക്കെ, പിന്നെ ഓക്കെ, അതായിരിക്കും. ഓക്കെ, അതിനനുസരിച്ച് ഞാൻ ആൻസർ പറയാം. അല്ലാണ്ട് റോളിന്റെ ഉള്ളിൽ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ലൈക്ക് ഇഫ് ഇറ്റ് ഈസ് സംതിങ് സ്പെസിഫിക്, സോ ഐ വിൽ ടെൽ യു. സോ ഇന്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്യുന്നത് ഈസ് വൺ തിങ്. പിന്നെ കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് ചാലഞ്ചസ് ഉണ്ടാവും. ലൈക്ക് ഇനീഷ്യലി ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ലൈക്ക് ആ ഒരു കൾച്ചർ, കോർപ്പറേറ്റ് കൾച്ചർ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ലൈക്ക് ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, മാനേജേഴ്സ് ഉണ്ടാവും, ടീംമേറ്റ്സ്. ചിലപ്പോൾ മാനേജർ അത്യാവശ്യം അത്ര നല്ല ആളായിരിക്കില്ല, ചിലപ്പോൾ അടിപൊളി മാനേജർ കിട്ടിയെന്ന് വരും. പിന്നെ ചിലപ്പോൾ നല്ല ടീംമേറ്റ്സ് കിട്ടി, ചിലപ്പോൾ നല്ല ടീംമേറ്റ്സ് അല്ല. സോ അത് ആ ഒരു പാർട്ട് ആക്ച്വലി ലക്ക് ഡിപ്പെൻഡ് ചെയ്യും. ലൈക്ക് ഇൻ Siemens I was having a good team and good manager, but it's not necessary that always it can happen. സോ നമ്മൾ മെയിൻ ആയിട്ട് കമ്പനിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പണി കൃത്യമായിട്ട് ചെയ്യുക. ലൈക്ക് വാട്ട് എവർ ടാസ്ക് ആർ അസൈൻ ടു അസ്, ഡു ഇറ്റ് ഇൻ എ വെരി ഗുഡ് വേ, അത് ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഷോക്കേസ് ചെയ്യും ആൾക്കാരെ. ലൈക്ക് നമ്മൾ വെറുതെ പണി മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ആവാൻ പോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്, പ്രൊമോഷൻസ്, അങ്ങനത്തെ കുറെ. ലൈക്ക് ഇതിലെല്ലാവരും എനിക്കൊന്ന് കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ ഹൗ മച്ച് റെലവെന്റ് ഇറ്റ് ഈസ് ഫോർ യു. ബട്ട് കമ്പനിയിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ പ്രൊമോഷൻസ് എങ്ങനെ കിട്ടും, നമ്മൾ എങ്ങനെ മാനേജറിനോട് സംസാരിക്കുന്നു, എങ്ങനെ ടീംമേറ്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, പിന്നെ എങ്ങനെ ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ സോൾവ് ചെയ്യുന്നു, എത്ര സമയത്തിനുള്ളിൽ സോൾവ് ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ഒരു കമ്പനിയിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ചായിട്ട് പഠിക്കും. ബട്ട് വൺ തിങ് ഈസ് ദാറ്റ് ട്രൈ ടു മേക്ക് ഗുഡ് കണക്ഷൻ വിത്ത് എവരി വൺ. ലൈക്ക് വെറുതെ അടി കൂടാനൊന്നും പോകാണ്ട് ഒരു നല്ലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ, അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത ഒരു രീതിയിൽ നിങ്ങൾ പോവുക. പിന്നെ ട്രൈ ടു ഡു ഗുഡ് വർക്ക്. കാരണം നമ്മളെ വർക്ക് ഗുഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അധികം സമയമായിട്ടില്ലല്ലോ, 3 വർഷമായിട്ടേ ഉള്ളൂ. സോ ഐ ആം ഓൾസോ ലേണിംഗ്. Yeah, these are not challenges, these are some of the things that you should keep in mind, and this you will learn like when your journey begins at corporate. Okay, ma'am. Thank you. Next question, Maika. Being a fresher, how to get tier 1 companies through LinkedIn, even though while applying, constantly getting rejected? So one of the platform like Naukri is a good platform. Like അതിൽ ഫ്രഷേഴ്സിന് എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയില്ല, ബട്ട് യു ക്യാൻ ട്രൈ. പിന്നെ ലിങ്ക്ഡിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഏത് കമ്പനിയിലാണ് പോകേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു ഗോ ടു ഗൂഗിളിലെ കുറേ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക, സെൻഡ് കണക്ഷൻ റിക്വസ്റ്റ്. പിന്നെ ജോബ് ഓപ്പണിങ്സ് വരുമ്പം ട്രൈ ടു ഗെറ്റ് എ റെഫറൽ ഫ്രം ദം. ലൈക്ക് ലിങ്ക്ഡിനിൽ ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് എങ്ങനെയെങ്കിലും റെഫറൽ കിട്ടാൻ നോക്കുക. സോ വെൻ ദേ വിൽ റെഫർ യു, ദ ചാൻസസ് ബിക്കം എ ലിറ്റിൽ ബിറ്റ് ഹൈ ടു ഗെറ്റ് യുവർ പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റഡ്. കാരണം ഗൂഗിൾ പോലത്തെ കമ്പനീസിൽ വരുന്ന റെസ്യൂമിന്റെ എമൗണ്ട് തന്നെ ഇറ്റ്സ് ഹ്യൂജ്. അപ്പൊ ആ ഒരു റെസ്യൂമെ ഈവൻ ദോ യുവർ റെസ്യൂമെ വിൽ ബി ഗുഡ്, ബട്ട് അത് തന്നെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്, ലൈക്ക് റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ആവുന്നത് തന്നെ. സോ ഐ തിങ്ക് റെഫറൽ യു ക്യാൻ ട്രൈ. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ലൈക്ക് റെഫറലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് നേരെ ഇപ്പം നിങ്ങൾക്കായിരിക്കും ഗൂഗിളിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ആസ്ക് മീ, ബട്ട് യു ഷുഡ് ഹാവ് എ ഗുഡ് പ്രൊഫൈൽ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ വിൽ റെഫർ എനി വൺ.
you should have a good profile and good skills, then I will definitely refer you. സോ ഇതുപോലെ കുറച്ച് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക, ഏതൊക്കെ കമ്പനീസിലാണ് പോകേണ്ടത്. പിന്നെ നമ്മുടെ അലൂമിനൈ ലൈക്ക് ഷനൂദ് സർ സൈഡ്, നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കുറേ നല്ല കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അവർ ദേ വിൽ ഗിവ് യു റെഫറൽ ഇഫ് യു ഹാവ് എ ഗുഡ് പ്രൊഫൈൽ. സോ അങ്ങനെ കുറേ ആൾക്കാരോടൊക്കെ കണക്ട് ചെയ്തിട്ട് റെഫറൽ കിട്ടാൻ നോക്കുക. പിന്നെ കമ്പനി പോർട്ടലിൽ അപ്ലൈ ചെയ്യുക, ജോബ് കിട്ടുമ്പോൾ അവിടെ കമ്പനി പോർട്ടലിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ നോക്കിയെന്ന് വെച്ചാൽ, നമ്മൾ ജോബ് ഓപ്പണിംഗ് വരുമ്പം തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം ദാറ്റ് വിൽ ലിറ്റിൽ ബിറ്റ് ഇൻക്രീസ് അവർ പോസിബിലിറ്റി. ബിക്കോസ് ചില കമ്പനീസിലൊക്കെ 2 ദിവസം കഴിയുമ്പോൾ തന്നെ ജോബ് ഓപ്പണിംഗ് വിൽ ബി സ്റ്റോപ്ഡ്. ലൈക്ക് സോ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നു അത്രയും നല്ലതാണ്. ഈവൻ റെഫറൽ കിട്ടുന്നത് നല്ലതാണ്. സോ ദീസ് ആർ ദ 2 തിങ്സ് ദാറ്റ് യു ക്യാൻ ട്രൈ ഔട്ട്. പിന്നെ ലിങ്ക്ഡിനിൽ ഒരു നല്ല പ്രൊഫൈൽ ഉണ്ടാക്കാൻ നോക്കുക, സോ ദാറ്റ് പീപ്പിൾ ഓക്കെ ഈ ഒരു കുട്ടി നല്ലതാണ്, നല്ല പ്രൊഫൈലാണ്, ഓക്കെ സോ ഐ ക്യാൻ റെഫർ ഹിം, അങ്ങനെ തോന്നണം നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ആൻസർ. Lavanishi, Okay, hi. ma'am. Hi. ഹലോ, Am I audible? യെസ്. അപ്പം ലാവണേശി 9 to 10 months ഫ്രീക്വന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അതിൽ ഈ AI ടൂൾസ് യൂസ് ചെയ്ത് കാണുമല്ലോ ഒബ്വിയസ്ലി. ഇപ്പം പ്രിപ്പറേഷന്റെ ടൈമിൽ ഓരോ ഡൗട്ട്സ് വരുമ്പോഴും റോഡ് മാപ്പ് ഉണ്ടാക്കാനും അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്ത AI ടൂൾ ഏതാണ്? ഐ നോ ChatGPT-നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും ഇത് ശരിയാണ്, അടുത്ത മൊമെന്റ് പറയും നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി. അങ്ങനെ കോൺട്രഡിക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതെല്ലാ AI ടൂൾസും അങ്ങനെയാണ്. ഓക്കെ, അപ്പോ ജെമിനൈ ഒക്കെ അതിനെക്കാട്ടും കഷ്ടമാണ്. ലൈക്ക് ഐ ഹാവ് ഹേർഡ് അബൌട്ട് പെർപ്ലെക്സിറ്റി. അത് യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു ലൈക്ക് പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഈ AI വെച്ചിട്ട് ഇതാക്കിയതെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഏത് ഫീൽഡിലാണ്, ഏത് ബ്രാഞ്ച് ഏതാണ്? ട്രിപ്ലി. ഓക്കെ, ഏത് IT-ൽ വരാനാണോ താല്പര്യം? അല്ല, ഞാനിപ്പോ വർക്ക് ചെയ്യാണ് എംബെഡഡ് സിസ്റ്റം. ഓ ഓക്കെ, സോറി. ഓക്കെ, സോ ഓക്കെ, AI ടൂൾസ് അല്ലേ? AI ടൂൾസ് നിങ്ങളുടെ ഒരു ഫീൽഡിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര ഐഡിയ ഇല്ല. ബട്ട് AI ടൂൾസ് ഓക്കെ, വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൂൾ? നിങ്ങളുടെ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും. സോ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പ്രിപ്പറേഷൻ്റെ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റോഡ് മാപ്പ് ലൈക്ക് ഹൗ ടു ബിക്കം എൻ എംബഡഡ് എഞ്ചിനീയർ അങ്ങനത്തെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റോഡ് മാപ്പ് അത് ഉണ്ടാക്കി തരും. ബട്ട് ഐ തിങ്ക് നമ്മൾക്കൊരു നല്ലൊരു ഐഡിയ ഉണ്ടാവണം, ലൈക്ക് എന്തൊക്കെയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇപ്പം മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ലൈക്ക് ഇന്റർവ്യൂസിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്കും കുറച്ച് ഉണ്ടാവണം. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് AI ടൂൾസിൽ നമ്മൾ ബിലീവ് ചെയ്യാൻ പാടില്ല. കാരണം അത് നമ്മൾ ചോദിക്കുന്ന എല്ലാം ശരിയാണോ അതിന്? നമ്മളിപ്പോൾ ഒന്ന് ചോദിച്ചു അത് ശരിയായിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് മാറ്റി ചോദിച്ചാൽ അതും ശരിയായിരിക്കും, എല്ലാം ശരിയായിരിക്കും. അത് എല്ലാ AI ടൂൾസും ഇപ്പം അങ്ങനെയാണ്. അത് മാറുമായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. ബട്ട് ഐ തിങ്ക് ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ നമ്മളതേ ഫീൽഡിലുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ബിക്കോസ് അവർക്ക് ഓൾറെഡി അറിയാം ഈ ഒരു ഫീൽഡിൽ ഇന്റർവ്യൂസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഞാനൊരു കാര്യം ചെയ്തത് എന്താ വെച്ചാൽ, യൂട്യൂബിൽ ഇപ്പം എനിക്ക് പോകേണ്ട കമ്പനീസിനൊക്കെ കുറേ ബ്ലോഗ്സ് കണ്ടു, കുറേ വീഡിയോസ് കണ്ടു ഞാൻ. എങ്ങനെയാണ് വാട്ട് ഈസ് ഇന്റർവ്യൂ പ്രോസസ് അറ്റ് ഗൂഗിൾ, ഇന്റർവ്യൂ പ്രോസസ് അറ്റ് മൈക്രോസോഫ്റ്റ്, അങ്ങനത്തെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ അതിൽ അവർ ഓരോ റൗണ്ട് ഓക്കെ ഈ റൗണ്ട് ആയിരുന്നു, ഇങ്ങനെ ഈ ഒരു ടോപ്പിക്സ് ഒക്കെയാണ് കവർ ചെയ്ത് പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അല്ല, ഐ മീൻ ഹൗ ദ റൗണ്ട് ടുക്ക് ഓഫ്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗൂഗിളിൽ നമുക്ക് കുറേ സെർച്ച് ചെയ്യാൻ പറ്റും, ലൈക്ക് ബ്ലോഗ്സ്, ലൈക്ക് ഇപ്പം ഇതിൽ ഈ ഒരു കമ്പനിയിൽ എങ്ങനെ ക്വാൾകം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫീൽഡിലെ ഭയങ്കര വലിയ കമ്പനിയാണ്, സോ ഇതിലെങ്ങനെ ഈ ഒരു എഞ്ചിനീയർ ആവാം, അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബ്ലോഗ്സ് ലൈക്ക് ഇന്റർവ്യൂ എക്സ്പീരിയൻസിന്റെ കുറേ ബ്ലോഗ്സ് കിട്ടും. സോ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് പഠിക്കേണ്ടത്. സോ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ലിറ്റിൽ ബിറ്റ് AI-ൽ ഞാൻ AI-നോട് ഞാൻ ചോദിച്ചു, ബട്ട് അതർവൈസ് ഐ വാസ് ഓൾസോ സെർച്ചിങ് എ ലോട്ട്. ഐ കണക്റ്റഡ് വിത്ത് പീപ്പിൾ, ഐ സെർച്ച്ഡ് ഇൻ യൂട്യൂബ്, ഐ സെർച്ച്ഡ് ഇൻ ഗൂഗിൾ. പിന്നെ കുറേ ഇന്റർവ്യൂ എക്സ്പീരിയൻസസും ജോബ് റിക്വയർമെന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി, ഓക്കെ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്കിൽസ്. സോ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു റോഡ് മാപ്പ്. ഒരു നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ. ഈ 9 to 5 ജോബാന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെയും 3 hours പഠിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഈ ബേൺ ഔട്ട് എങ്ങനെയാ ഒഴിവാക്കിയത്? ലൈക്ക് ബേൺ ഔട്ട് ഒക്കെ ആവും, ലൈക്ക് അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും പറയില്ല. ഞാൻ മെയിൻലി എനിക്ക് ആക്ച്വലി രാവിലെ പഠിക്കുന്നതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. സോ ഞാൻ രാവിലെ ഒരു 6:30 എണീറ്റിട്ട് ഒരു 8:30 ആ ഒരു സമയം 2 മണിക്കൂർ ഞാൻ പഠിക്കാറുണ്ട് ഓഫീസിൽ പോകുന്നതിന്റെ മുന്നേ. ബിക്കോസ് ദാറ്റ് ടൈം അതാണ് എനിക്ക് കുറച്ചും കൂടി സൂട്ടബിൾ ആയിട്ടുള്ള ടൈം മോർ ദാൻ നൈറ്റ്. അപ്പോൾ ഓഫീസിൽ പോകുന്നതിന്റെ മുന്നേ കുറച്ച് നേരം പഠിക്കും, പിന്നെ ഓഫീസിൽ പോയിട്ടൊരു 6 മണി വരെ ഓഫീസിലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 9 മണി 9:30 ആകുമ്പോൾ
1-1.5 മണിക്കൂർ വീണ്ടും പഠിക്കും. പിന്നെ നമ്മൾ ബേൺ ഔട്ട് ആകുമ്പോൾ ഒരു 2 ദിവസം റെസ്റ്റ് എടുക്കുക. നമുക്ക് തോന്നും അയ്യോ ബേൺ ഔട്ടായി, ഓഫീസിന്റെ പണി അത് ഇതെന്നൊക്കെ ആയിട്ട് തോന്നുമ്പോൾ ഒരു 2-3 ദിവസം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുക, എവിടെയും കറങ്ങാൻ പോവുക, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. ബേൺ ഔട്ട് ഒക്കെ എന്തായാലും ആവും, ബട്ട് അങ്ങനെയാണ്. ലൈക്ക് 2-3 days യു ടേക്ക് റെസ്റ്റ്. കാരണം ബേൺ ഔട്ട് എന്തായാലും ആവും. നമ്മൾ അത് എന്നിട്ടും ബേൺ ഔട്ട് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മടുപ്പാവും, പിന്നെ എല്ലാം നിർത്തി പോകാൻ തോന്നും. സോ യു ഷുഡ് ടേക്ക് ബ്രേക്സ് ഓൾസോ ബിറ്റ്വീൻ, ലൈക്ക് 2-3 days ഓഫ് കുറച്ച് നമുക്ക് ഇഷ്ടമില്ല എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. താങ്ക് യു. വേറെ എന്തെങ്കിലും? മാം എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിപ്പോ ഞാൻ EC ഫൈനൽ ഇയർ ആണ്. അപ്പൊ ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗ്രാജുവേറ്റ്സിന് ഇപ്പം കോർ ഫീൽഡ് ഉണ്ട്, IT ഫീൽഡ്, 2 ഫീൽഡിലേക്കും നോക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഫൈനൽ ഇയർ ആയ ഒരു കുട്ടിക്ക് ഒറ്റ ഒരു ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ബെറ്റർ, അതോ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുന്നതാണോ ബെറ്റർ? ഓക്കെ, ECയിലാണോ പോണ്ടേ IT-യിലാണോ പോണ്ടേന്നാണോ? അതെ, ഒരു മൾട്ടിപ്പിൾ നമുക്ക് ചോയ്സസിൽ നമുക്ക് എല്ലാം കൂടി എഫേർട്ട് എടുക്കാൻ പറ്റുമോ, അല്ലാതെ ഒരു ഡിമിനിഷ്ഡ് റിട്ടേൺസ് കിട്ടുമോ? 4th ഇയർ ആയിന്നല്ലേ പറഞ്ഞ? 4th ഇയർ അതെ. ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. 2 കാലും അതോട് ഒരു ചൊല്ലില്ലേ, അതെ. 2 തോണിയില് അങ്ങനെ എന്തോ ഒരു സാധനം. അതോടെ. സോ 4th ഇയർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സോ നമ്മുടെ കമ്പനീസിൽ നമ്മുടെ കോളേജിൽ എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക്സ് ബേസ്ഡ് കമ്പനീസ് വരുന്നത് വളരെ കുറവാന്ന് തോന്നുന്നു. സോ അതെ, മേ ബി കുറവാണ്. അതെ. സോ ഇനീഷ്യലി ഒരു ജോബ് എന്തായാലും കോഡിങ്ങും കാര്യങ്ങളും നിങ്ങൾക്കും പഠിക്കണം. ലൈക്ക് ECന്റെ നല്ല കോർ കമ്പനീസ് ഉണ്ട്, വെരി ബിഗ് കമ്പനീസ് ആണ് there. ECന്റെ ക്വാൾക്കം, എനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ ക്വാൾക്കമ്മിൽ വർക്ക് ചെയ്യുന്ന 2-3 ആൾക്കാർ ഓൾറെഡി ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ക്വാൾക്കമ്മിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതുപോലെ ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ്. സോ അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ഇന്റർവ്യൂ പ്രോസസ്സ്, റെഫറൽ കിട്ടാൻ നോക്കുക. ബട്ട് ഇഫ് യു തിങ്ക് ദാറ്റ് ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് ഒട്ടും ഇല്ല എന്ന് ഇപ്പം വിചാരിച്ചു, ലൈക്ക് ഇലക്ട്രോണിക്സ് ഡൊമൈനിൽ പോകണം ബട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് അതിന്റെ കോർ സ്കിൽസ് ഒന്നും അറിയില്ല എന്നാണെങ്കിൽ ജോലി കിട്ടാൻ കുറച്ചും കൂടി എളുപ്പം നമ്മുടെ കമ്പനിയിൽ നമ്മുടെ കോളേജിൽ വരുന്ന പ്ലേസ്മെന്റ് അനുസരിച്ച് കുറച്ചും കൂടി എളുപ്പം IT ആയിരിക്കും ഇനീഷ്യൽ. അപ്പം ജസ്റ്റ് യു കണക്ട് വിത്ത് ദോസ് പീപ്പിൾ, ലൈക്ക് നിങ്ങളുടെ ക്വാൾക്കം അതിലൊക്കെ ഉള്ള ആൾക്കാരോട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അത് ഒട്ടും അതിന് എനിക്ക് ഒട്ടും എന്തായാലും കവർ ചെയ്യാൻ പറ്റൂല എന്നാണെങ്കിൽ യു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ IT, ലൈക്ക് കോഡിങ് കുറച്ച് നോക്കുക, ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് അതൊക്കെ കുറച്ച് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മാറാൻ പറ്റും. ലൈക്ക് ഇനീഷ്യലി ഇതിലാണെങ്കിലും ലൈക്ക് ഐ നോ പീപ്പിൾ ലൈക്ക് ഇലക്ട്രോണിക്സിലായിരുന്നു, പക്ഷെ TCSൽ ജോലി കിട്ടി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് ഇന്റലിലേക്ക് മാറി, ഇലക്ട്രോണിക്സ് ബേസ്ഡ് ഡൊമൈനിൽ തന്നെ. സോ അതൊക്കെ ചെയ്യാൻ പറ്റും. ലൈക്ക് ഏത് ഇൻട്രസ്റ്റ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ബട്ട് ഈ 4th ഇയർ ആയതുകൊണ്ട് ഇഫ് യു തിങ്ക് ദാറ്റ് ഒന്നും അറിയില്ല, ഓക്കെ അതിന്റെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള ഒന്നും എനിക്ക് ഇല്ല എന്നാണെങ്കിൽ കുറച്ച് നിങ്ങൾ കുറച്ചും കൂടിയും IT-യിലേക്ക് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ച് കാലത്തേക്ക്. ഓക്കെ, താങ്ക് യു മാം. ബട്ട് എന്തായാലും കണക്ട് ചെയ്യാൻ നോക്കുക അവരുമായിട്ട്. നമ്മുടെ ക്വാൾക്കമ്മിലുണ്ട് കുറച്ച് ആൾക്കാർ, സോ ട്രൈ ടു കണക്ട് വിത്ത്. ക്വാൾക്കമ്മിൽ മാത്രമല്ല വേറെ അത്യാവശ്യം നല്ല കമ്പനീസിൽ ഉണ്ടെന്ന് തോന്നുന്നു ഇലക്ട്രോണിക്സിന്റെ. സോ ട്രൈ ടു കണക്ട് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്റർവ്യൂ. കാരണം എനിക്ക് അത്ര ഐഡിയ ഇല്ല ഇലക്ട്രോണിക്സ് ഡൊമൈൻ്റെ ഇന്റർവ്യൂ പ്രോസസ് എങ്ങനെയാണെന്ന് എനിക്ക് അത്ര അറിയില്ല. ബട്ട് കോഡിംഗ് ഈസ് ദേർ, ദാറ്റ് ഐ നോ. ഓക്കെ, കോഡിംഗ് ഉണ്ട്, ബേസിക് കോഡിംഗ് റിക്വയർഡ് ആണ് ഇപ്പോൾ. ബേസിക് കോഡിംഗ് ആണ്, അതെ. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ പോലെയല്ല, ബേസിക് കോഡിംഗ് അത്. സോ ഗൈസ്, അപ്പൊ ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഇപ്പോൾ ചോദിക്കാം കേട്ടോ. ചാറ്റിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ചെക്ക് ചെയ്തോട്ടെ. മൈക്രോസോഫ്റ്റ് ഫിക്സഡ് സോൺ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ ഹാക്കത്തോൺ. സോ അതിൽ എനിക്ക് 5 or 6 റൗണ്ട്സ്, ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ. സോ അതിൽ ആദ്യം റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എത്രയോ 15,000 ആൾക്കാരെങ്ങാണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു റെഫറൽ ഒപ്പിച്ചു, ലിങ്ക്ഡിനിൽ കുറേ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ ആരോടൊക്കെയോ റെഫറൽ തരാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു. സോ റെഫറൽ കിട്ടി, പിന്നെ എൻ്റെ റെസ്യൂമെ സെലക്ട് ആയി. പിന്നെ അതിലും ഞാൻ പറഞ്ഞ പോലെ CGPA കണ്ടീഷൻസും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ലൈക്ക് ദേ വർ ലുക്കിംഗ് അറ്റ് ലോട്ട് ഓഫ് കണ്ടീഷൻസ്. സോ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റിംഗ് വാസ് ഇറ്റ് സെൽഫ് എ ഡിഫിക്കൽട്ട് തിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ കോർ സബ്ജക്റ്റിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്കിംഗ് ആൻഡ് ഡേറ്റാബേസ്. സോ ഇതിനെപ്പറ്റി കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാൻ തുടങ്ങി. ദാറ്റ് ടു പ്രാക്ടിക്കൽ, വെറും തിയറി അല്ല. അവർ എന്തൊക്കെയോ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഇതിലെങ്ങനെ ഇത് വർക്ക് ആവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. ബട്ട് ദേ വർ ഷെയറിംഗ് ലോട്ട് ഓഫ് മെറ്റീരിയൽസ്, ലൈക്ക് ലേണിംഗ് മെറ്റീരിയൽസ് അവർ കൂടെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ നോക്കി അതിന്റെ കുറച്ച് നെക്സ്റ്റ് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു. അതായിരുന്നു സെക്കൻഡ് റൗണ്ട്.
പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് റൗണ്ട് വാസ് ഹാക്കത്തോൺ. ലൈക്ക് തേർഡ് റൗണ്ട് വാസ് ലൈക്ക് ഹാക്കത്തോൺ. നമ്മള് 3-4 പിള്ളേരായിട്ട് ഒരു ഗ്രൂപ്പ് ആക്കും, അവർ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കും. ആൻഡ് ദ പീപ്പിൾ വാസ് ഓൾസോ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. സോ ദാറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്, നെറ്റ്വർക്കിംഗ് എക്സ്പീരിയൻസ്. സോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആൻഡ് വി വർ, നമ്മളൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇംപ്ലിമെന്റ് ചെയ്യണമായിരുന്നു നമ്മൾ നല്ല രീതിയിൽ. സോ നമ്മൾ എന്തോ മെഷീൻ ലേണിംഗ് റിലേറ്റഡ് എന്തോ ഒരു ഐഡിയ ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്. പിന്നെ അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിരുന്നു ഫോർത്ത് റൗണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 6 റൗണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ പേഴ്സണൽ ആയിട്ടുള്ള ഒരു റൗണ്ട് ഉണ്ടായിരുന്നു, പേഴ്സണൽ നോർമൽ മാനേജറിയൽ കൈൻഡ് ഓഫ് റൗണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് റിജക്ട് ആയത്. സോ ഇങ്ങനെയായിരുന്നു അതിന്റെ ഒരു പാത്ത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി നോക്കാം, അതിനുശേഷം സെഷൻ റാപ്പ് ചെയ്യാം. ഓക്കെ. What is the best way for a non-CA student to join a FANG company? ഓക്കെ, സോ നോൺ CS സ്റ്റുഡൻസ്, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട്സ് പിന്നെ DSA കോഡിങ് അതൊക്കെ ഭയങ്കര അടിപൊളിയാണെങ്കിൽ അത്ര ഡിഫിക്കൾട്ട്, ലൈക്ക് യു മേ ബി ഏബിൾ ടു ക്രാക്ക് റൈറ്റ് ആഫ്റ്റർ ദ കോളേജ്. ബട്ട് അല്ലാതാണെങ്കിൽ ലൈക്ക് യു ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് ടു പ്രിപ്പയർ ആണെങ്കിൽ ഇറ്റ്സ് കുറച്ച് ഡിഫിക്കൾട്ട് ആയിരിക്കും. കോളേജ് കഴിഞ്ഞ പാടന്നെ ഇത്രയും നല്ല കമ്പനീസ് കിട്ടാൻ കുറച്ച് ഡിഫിക്കൾട്ട് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രിപ്പറേഷനിൽ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഇപ്പം ഫസ്റ്റ് കമ്പനി ഏതിൽ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്തായാലും. ഫാങ് കമ്പനിയിൽ കിട്ടാൻ വേണ്ടി ഹാർഡ് വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതില്ലാണ്ട് നോ ഷോർട്ട് കട്ട്. നിങ്ങൾ എന്തായാലും കോഡിങ് എന്തായാലും ഇപ്പം ഫോർ നൗ കോഡിങ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 ലാംഗ്വേജ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ലാംഗ്വേജിൽ DSA യു ഷുഡ് ലേൺ. നിങ്ങൾ പഠിക്കണം, നല്ല വൃത്തിക്ക് 5-6 മാസം ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കണം. പിന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ കുറച്ച് സബ്ജക്ട്സ് ലൈക്ക് ഡേറ്റാബേസ് ആൻഡ് ഓൾ. പിന്നെ ഒരു സിസ്റ്റം ഡിസൈൻ, ലൈക്ക് നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ നോക്കി ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ ഒരു ഐഡിയ ഉണ്ടാവണം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. അതൊക്കെ കുറെ ഇന്റർവ്യൂ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട് നെറ്റിൽ, അതൊക്കെ ഗോ ത്രൂ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഐഡിയ കിട്ടും, ഓക്കെ ഇങ്ങനെയാണ് അവർ ആൻസർ ചെയ്യുന്നതെന്ന്. കുറെ ഇന്റർവ്യൂ എക്സ്പീരിയൻസസ് ഉണ്ട്, ഗൂഗിളിലും ഉണ്ട് യൂട്യൂബിലും ഉണ്ട്. സോ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. യു ക്യാൻ ഡു ഇറ്റ്, ബട്ട് യു ഹാവ് ടു ഡു ഹാർഡ് വർക്ക്. ഇഫ് യു ഡു ഹാർഡ് വർക്ക് യു ക്യാൻ ഡു ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. കോളേജ് നെയിം ഫാങ് കമ്പനീസിന് മാറ്റർ ചെയ്യുമോ ആസ് എ ഫ്രഷർ? ഇപ്പൊ IITs NITs ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ അവരുടെ കമ്പനിയിൽ ഡയറക്ട്ലി ഗൂഗിൾ അവരുടെ കോളേജിൽ ഡയറക്ട്ലി പോവാറുണ്ട് ഹയറിങ്ങിന് വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ അതല്ലാണ്ട് ഓഫ് ക്യാമ്പസ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നടത്തും. ദാറ്റ് ഈസ് നാഷണൽ ലെവൽ. ലൈക്ക് അവര് ഓക്കെ ഫോർ 2026 പാസ് ഔട്ട്സ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റോൾ ഇന്റേൺഷിപ്പ് ദി ആർ ഹയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടും. ദാറ്റ് വിൽ ബി ഫോർ എവ്രി വൺ. എനി കോളേജ് പീപ്പിൾ ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ്. സോ അവർക്ക് IIT NITയിൽ അവർ പോയിട്ട് ഹയർ ചെയ്യാറുണ്ട്, അല്ലാണ്ട് അവർ ഓഫ് ക്യാമ്പസ് ഓപ്പർച്യൂണിറ്റീസ് കുറെ എടുക്കാറുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. ലൈക്ക് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ കോളേജ് നെയിം ആൻഡ് ഓൾ നോട്ട് മാറ്റർ മച്ച്. അതൊരു ഇനീഷ്യൽ ഇതാണ്, ഇനീഷ്യലായിട്ട് മാറ്റർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ബട്ട് അവരുടെ ഓഫ് ക്യാമ്പസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതെന്തായാലും ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. സോ ഐ വാസ് അപ്ലൈയിങ് ലൈക്ക് ദാറ്റ്. ബട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ദ തിങ് ദാറ്റ് മാറ്റേഴ്സ് ഈ സ്കിൽസ്. സോ യാ. വേറെ ക്വസ്റ്റ്യൻസ്? ഒന്നുകൂടെ വന്നിട്ടുണ്ട്, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. ഹൗ മെനി ലീഡ് കോഡ് പ്രോബ്ലംസ് ഹാവ് യു സോൾവ്ഡ് സോ ഫാർ? ഇത് പേഴ്സണൽ ക്വസ്റ്റ്യൻ. ലീഡ് കോഡിൽ എനിക്ക് തോന്നുന്നു 200 to 300 ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു ചെയ്ത്. ബട്ട് അല്ലാണ്ട് ഞാൻ ഗീക്സ് ഫോർ ഗീക്സിലൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ കംപ്ലീറ്റ്ലി ഒരു നമ്പർ പറഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് നമ്പർ ഡസ് നോട്ട് മാറ്റർ ആക്ച്വലി. ലൈക്ക് ഇപ്പൊ നിങ്ങൾ 600-700 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. സോ മെയിൻ തിങ് ഈസ് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നതെന്നാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഇപ്പൊ അരേസ്, ലിങ്ക്ഡ് ലിസ്റ്റ്, അതൊക്കെ ഓരോ ടോപ്പിക്സ് ആണ്. ആ ടോപ്പിക്സിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറച്ച് നല്ല കോൺസെപ്റ്റ്സ് കവർ ചെയ്യുന്നത്. സോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഓക്കെ ഈ ഒരു കോൺസെപ്റ്റ്സ് കവർ ചെയ്യും, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി ഡിപ്പെൻഡ് ചെയ്യുന്നു. ലൈക്ക് ഏത് സ്ട്രാറ്റജിയിലാണ് നിങ്ങൾ പഠിക്കുന്നത്, ദാറ്റ് വിൽ ഡിപ്പെൻഡ്. അല്ലാണ്ട് കുറെ 500 ക്വസ്റ്റ്യൻസ് ചെയ്ത് എല്ലാം ഒരു ഈസി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാര്യമില്ല. സോ യു ഹാവ് ടു സ്ട്രാറ്റജൈസ് അക്കോർഡിംഗ് ടു ദാറ്റ്. ചേച്ചി അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ലിസ്റ്റ് എന്തെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബ് ചാനൽ പറഞ്ഞില്ലേ, ടേക്ക് യു ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട്. അതെ. അതില് ഈസി മീഡിയം ഹാർഡ് എന്ന് പറഞ്ഞിട്ട് അവരൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഈസി മീഡിയം ഹാർഡ് എന്ന് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട് അതിൽ. എനിക്കൊന്ന് ഒരു 400 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് അതെല്ലാം ചെയ്യണമെന്നില്ല. അറ്റ്ലീസ്റ്റ് മീഡിയം ലെവൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഐഡിയ കിട്ടും. ഐ മീൻ ലൈക്ക് ഇത് മോർ ഓവർ ഒരു പാറ്റേൺ ബേസ്ഡ് അല്ലേ?
ലൈക്ക് ലീഡ് കോഡ് അതെ. പാറ്റേൺ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ആ ലീഡ് കോഡ് പാറ്റേൺ കിട്ടുന്നതായിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചേച്ചിന്റെ കയ്യിൽ എന്തെങ്കിലും ഷോർട്ട് ലിസ്റ്റോ അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു കുറച്ച് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ലൈക്ക് ഞാൻ ആ ഒരു വെബ്സൈറ്റിൽ നോക്കിയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് അത് കണ്ടപ്പോൾ മനസ്സിലാവും. ഓക്കെ, ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലായപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ അത് ബേസ്ഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് ലിങ്ക്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് പറയാം. ലൈക്ക് ടോപ്പ് 150 ക്വസ്റ്റ്യൻസ്, ടോപ്പ് 150 പാറ്റേൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഷീറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി റെഫർ ചെയ്തിട്ടില്ല, ബട്ട് ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഈ ഫ്രഷർക്ക് ഈ ഗ്രാഫ് അതുപോലത്തെ അങ്ങനത്തെ റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഭയങ്കര റെലവെന്റ് ആയിട്ട് വരുമോ? ഫ്രഷേഴ്സ് അത് നിങ്ങൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് പോലത്തെ കമ്പനീസിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രാഫ് ട്രീസ് എല്ലാം അവർ ചോദിക്കും. ബട്ട് അല്ലാണ്ട് ടയർ 1 കമ്പനീസ് മാത്രമല്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്തിരിക്കല്ലേ. കാരണം നല്ല കുറെ സ്റ്റാർട്ടപ്സ് ഉണ്ട്. ഇനീഷ്യൽ ഇയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ വർക്കാണ്. ലൈക്ക് എന്ത് വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിലാണ്. സാലറി ഓൾസോ ഈസ് ദ സെക്കൻഡറി. ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ നല്ല വർക്ക് കിട്ടുന്നുണ്ട്. ലൈക്ക് ചിലപ്പോൾ നല്ല കമ്പനിയിൽ കിട്ടിയിട്ട് പോലും വർക്കൊന്നും ഉണ്ടാവില്ല, അങ്ങനെ കാര്യമായിട്ടുള്ള വർക്കൊന്നും ഉണ്ടാവില്ല. സോ ലേണിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇനീഷ്യലി. പിന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ, ഞാൻ മറന്നുപോയി. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഹലോ ഓക്കെ. സോറി, എന്റെ നെറ്റ് ബാക്ക് ആയി പോയതാ. ആക്ച്വലി ഞാൻ ചോദിച്ചത് ഈ ലീഡ് കോഡിൽ തന്നെ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന കുറച്ചും കൂടെ ഹാർഡ് ലെവൽ വരുന്ന ഈ ഗ്രാഫ് ട്രീ എന്നുള്ളതായിരിക്കുമല്ലോ, കോൺസെപ്റ്റ്സ് ആയിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് നമ്മളെ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് പോലത്തെ കമ്പനീസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവരെല്ലാം ചോദിക്കാറുണ്ട്, ട്രീസ് ഗ്രാഫ് എല്ലാം വരും. ബട്ട് അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ലൈക്ക് നിങ്ങൾക്ക് എത്രത്തോളം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് ഇയർ ആണ്? ഫോർത്ത് ഇയർ. ഫോർത്ത് ഇയർ ആകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഇനിയിപ്പം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഉണ്ടാവും തോന്നുന്നില്ല. മാക്സിമം ഒരു മീഡിയം ലെവൽ വരെയെങ്കിലും ആ ഇമ്പോർട്ടൻ്റ് അറേസ്, സ്ട്രിങ്സ് ഇതൊക്കെ കവർ ചെയ്യാൻ നോക്കുക. എല്ലാം കൂടി കൂട്ടിയിട്ട് ലാസ്റ്റ് ഒന്നുമില്ലാത്ത അവസ്ഥയാവും. അതുകൊണ്ട് ട്രീസും ഗ്രാഫും ഇപ്പം കുറച്ച് സൈഡിലോട്ട് മാറ്റിയിട്ട് ബാക്കിയൊക്കെ കവർ ചെയ്യാൻ നോക്കുക. കാരണം ടയർ 1 കമ്പനീസ് മാത്രമല്ല, കുറെ അടിപൊളി സ്റ്റാർട്ടപ്സ് ഉണ്ട്. കുറച്ച് നല്ല സർവീസ് ബേസ്ഡ് കമ്പനീസും ഉണ്ട്. TCS ഇൻഫോസിസ് അല്ലാണ്ട് കുറച്ച് നല്ല സർവീസ് ബേസ്ഡ് കമ്പനീസും ഉണ്ട്. പബ്ലിക് സാപ്പിയന്റ് അങ്ങനത്തെ കുറച്ച് കമ്പനീസ് ഉണ്ട്, നല്ല കമ്പനീസ്. സോ പ്രിപ്പയർ ചെയ്യുക. ലൈക്ക് ഒന്നും സ്കിപ്പ് ആക്കാണ്ട് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് മര്യാദക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. അല്ലാണ്ട് അതുമില്ല ഇതുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയാക്കി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചേച്ചി, അപ്പൊ ഈ റിവിഷൻ എങ്ങനെയാണ് കൊണ്ടുപോയത്? എന്താണ് റിവിഷൻ ഉണ്ടല്ലോ, ഇപ്പൊ ലീഡ് കോഡിന് തന്നെ പാറ്റേൺസ് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ റിവിഷനും നമ്മൾ മാൻഡേറ്ററി ആണല്ലോ. അതെ. അപ്പൊ അതെന്താ വെച്ചാല് നിങ്ങൾ ഒരു വീക്ക് ഇപ്പൊ ഒരു ദിവസം 2-3 ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്തെന്ന് വിചാരിച്ചു. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ് ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. യു വിൽ ബി ഹാവിംഗ് ദ കംപ്ലീറ്റ് ജോബ്. പക്ഷെ കോളേജിൽ കുറച്ചും കൂടി ഈസിയാണ്. സോ ഒരു ദിവസം നിങ്ങൾ 3 to 5 ക്വസ്റ്റ്യൻസ് ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ്, ചില ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യും. ചില ക്വസ്റ്റ്യൻസ് ഓക്കെ ഇത് എനിക്ക് ഒന്നും കൂടി നോക്കണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ ഒരു 1 വീക്സ് അല്ലെങ്കിൽ 2 വീക്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് റിവൈസ് ചെയ്യുക. സോ റിവിഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു മാത്സ് പോലെയാണ്. ഇപ്പോൾ കുറേ കാലം പ്രാക്ടീസ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാം മറക്കും. അപ്പം ഞാനിപ്പം ഇന്റർവ്യൂവിന്റെ സമയത്ത് കുറേ പഠിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. സോ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സോ വീക്കെൻഡിൽ കുറച്ച് 1 വീക്സ് ഓർ 2 വീക്സിൽ ജസ്റ്റ് ആ ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊന്നും ജസ്റ്റ് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ നോക്കും. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അല്ല, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഓക്കെ ചേച്ചി, ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ നോട്ടീസ് പീരീഡിന്റെ ഒരു കാര്യം. സോ ഇപ്പോ ആസ് എ കരിയർ ഡിസിഷൻ, ഇപ്പോൾ എനിക്കിപ്പോ ഇനിയിപ്പോ മേ ബി ഒരു 7 മാസം 6 മാസം ഉള്ളൂ എൻ്റെ ഇപ്പൊ അക്കാഡമിക്സ് കഴിയാൻ വേണ്ടിയിട്ട്. സോ എന്തായാലും ഈ 2026 എനിക്കൊരു ജോബിൽ കയറിയേ പറ്റുള്ളൂ. സോ ഇപ്പോഴത്തെ നോർമൽ ഒരു സർവീസ് ബേസ്ഡ് കമ്പനിയിൽ 2 years ഓഫ് ബോണ്ട് എന്തായാലും വരുന്നുണ്ട്. സോ ആ 2 years ഓഫ് ബോണ്ട് എന്ന് പറയുന്ന സമയത്ത് 2 years നമ്മളെ കരിയറിലും കൂടെ ഈ ടയർ 1 കമ്പനീസിലോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈമും കൂടെ കൊടുക്കുന്നത് ഒരു നല്ലൊരു കരിയർ ഡിസിഷൻ ആയിരിക്കുമോ? അതൊന്നാമത്തത്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഈ നോട്ടീസ് പീരീഡ് കേസ് ചേച്ചി പറഞ്ഞല്ലോ. അപ്പൊ ഈ ഗൂഗിള് കൺസേൺ വരുന്ന സമയത്ത് നോട്ടീസ് പീരീഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? പ്രശ്നം ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഏതോ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തപ്പോൾ ആ കമ്പനി 3 month പീരീഡ് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ പിന്നെ ഞാൻ പേപ്പർ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഗൂഗിളിൽ വന്ന സമയത്ത് 45 days അങ്ങാണ്ടേ ബാക്കിയുള്ളായിരുന്നു.
ഓക്കെ. അപ്പൊ അതങ്ങനെ അത് 45 ഡേയ്സ് ഉള്ളായിരുന്നു. എന്നിട്ട് ഒരു കുറച്ചും കൂടി കുറക്കാൻ പറഞ്ഞു. അതൊക്കെ ഭയങ്കര സീനായിരുന്നു ആ സമയത്ത്. അത് ചില കാര്യം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റൂല. ബട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു അത്. ബട്ട് നമ്മളെന്താ 3 മന്ത് അത് എനിക്കറിയില്ല ഇപ്പൊ എത്രമാത്രം റെലവെന്റ് ആയിരിക്കും നിങ്ങൾക്ക് അറിയില്ല. ബട്ട് 3 മന്ത് നോട്ടീസ് പീരീഡിൽ മെയിൻ ആയിട്ട് ഇനീഷ്യലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് നിങ്ങൾ ജോബ്സ് 3 മന്ത്സ് ഉണ്ട് എന്നിട്ട് ജോബ് സ്വിച്ചിങ് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനീഷ്യലി കിട്ടാൻ. ബട്ട് ഏതെങ്കിലും ഒരു കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേപ്പർ ഇടുക, പിന്നെ വീണ്ടും അപ്ലൈ ചെയ്യാൻ നോക്കും. പിന്നെ 3 മാസം ഉണ്ട് നമ്മുടെ അടുത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ദിവസവും കുറഞ്ഞു വരും. ഒരു മാസമൊക്കെ ബാക്കി ഉണ്ടാവുന്ന സമയത്ത് കുറേ കോൾസ് വരും നമുക്ക്. അപ്പൊ അതിന്റെ ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. ആ ഒരു ഫസ്റ്റ് ജോബ് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നോട്ടീസ് മീൻസ് ജോലി കിട്ടി കഴിഞ്ഞിട്ട് സ്വിച്ച് ചെയ്യാൻ നോക്കുമ്പോൾ. അപ്പോൾ ഇത് ബെറ്റർ കരിയർ ഡിസിഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് ഈ ഒരു ടൈം പോരാ ഒരു ബെറ്റർ ജോബിക്ക്. അപ്പൊ 2 years നമുക്ക് വേണ്ടിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, പ്ലസ് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ പാരലലി വർക്ക് ചെയ്യാന്ന് പറയുന്നത്. അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മള് ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ആ കമ്പനിയിലല്ലല്ലോ. നമ്മൾ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. 3-4 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും സ്വിച്ച് ചെയ്യും, കുറെ പ്രാവശ്യം സ്വിച്ച് ചെയ്യും. സോ സ്വിച്ച് ചെയ്യണമെങ്കിൽ എന്തായാലും പഠിക്കണം. സോ പഠിക്കുന്നത് എപ്പോഴായിരിക്കും? ആ കമ്പനിയിലുള്ള സമയത്ത്. സോ 2 years ബോണ്ട് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ലൈക്ക് മോസ്റ്റ്ലി 1 year ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. 2 years ഉണ്ടോ? നമ്മുടെ കോളേജിൽ ഇപ്പൊ വരുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മിഡ്സോക്ക് തോന്നുന്നുണ്ട്. ഐ തിങ്ക് 2 years ബോണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ക്രെഡേ അതെ ശരി അവിടെ 2 years ഉണ്ട്. ഓക്കെ. സോ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമില്ല, ലൈക്ക് കറക്റ്റ് ആയിട്ട് ഹയർ സ്റ്റഡീസ് എന്തായാലും ചെയ്യണം എന്നുള്ള ആൾക്കാർ അത് യു പ്രിപ്പയർ ഫോർ ദാറ്റ്. ലൈക്ക് ജോലി ഇപ്പം കയറുന്നുണ്ടെങ്കിലും യു പ്രിപ്പയർ ഫോർ ദാറ്റ് ഇഫ് യു ആർ വെരി 100% ഷുവർ ദാറ്റ് യു വാണ്ട് ടു ഡു ഹയർ സ്റ്റഡീസ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 2 years നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും. ലൈക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പം 2 years കഴിഞ്ഞിട്ട് സ്വിച്ച് ചെയ്യാനാണെങ്കിൽ അത് നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ടൈം കണ്ടെത്തിയിട്ട് ഇപ്പൊ രാവിലെയാണ് രാത്രിയാണ് എപ്പോഴാണ് നിങ്ങൾക്ക് സൂട്ടബിൾ എന്ന് വെച്ചാൽ പഠിക്കുക. പിന്നെ അപ്സ്കിൽ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കണം. ഏത് കമ്പനിയിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. സോ എന്തായാലും പുതിയ ടെക്നോളജീസ് AI വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ടെക്നോളജീസ് ഒക്കെ ഇങ്ങനെയാണ് മാറുന്നത്. സോ യു ഹാവ് ടു അപ്സ്കിൽ. പിന്നെ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് ഇഫ് യു തിങ്ക് ദാറ്റ് യു ഡിസേർവ് മച്ച് ബെറ്റർ ദെൻ പ്രിപ്പയർ. യു ഹാവ് ടു ടേക്ക് ടൈം ഫോർ ദാറ്റ്. ഓക്കെ ചേച്ചി, താങ്ക് യു. അതിൽ തെറ്റും ശരിയെന്നായിട്ടുള്ള ഡിസിഷൻ ഒന്നുമില്ല. വാട്ട് എവർ ഈസ് ഗുഡ് ഫോർ യു ഡു ദാറ്റ്. എനിക്കിപ്പോ തോന്നുന്നു ഓക്കെ എനിക്ക് കമ്പനി സ്വിച്ച് ചെയ്യണം, കമ്പനി സ്വിച്ച് ചെയ്തോളൂ, പഠിക്കൂ. ഓക്കെ ചേച്ചി, താങ്ക് യു ചേച്ചി. പിന്നെ ചേച്ചി ആ ക്വസ്റ്റ്യന്റെ ലിസ്റ്റ് ആ ഒരു സംഭവം ഒന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താ. എനിക്കൊന്ന് വാട്സപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കണേ, ഞാൻ മറന്നു. ഷുവർ. ഓക്കെ ചേച്ചിക്ക് ഇനി ആക്ച്വലി ഹയർ സ്റ്റഡി ചെയ്യാൻ വല്ല പ്ലാനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് ഇപ്പൊ ഇല്ല. ബട്ട് എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴാ തോന്നുന്നത് ഞാൻ അപ്പൊ ചെയ്യും. അതെനിക്കിപ്പം 30 കഴിഞ്ഞിട്ടാ തോന്നുന്നെങ്കിലും 30 കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും ഹയർ സ്റ്റഡീസ്. സോ ഇപ്പൊ എന്താ ഇന്ത്യയിലുള്ളൊരു കണ്ടുവരുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മൾക്ക് ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല ഏതിൽ ചെയ്യണം, എന്താ ചെയ്യാ. ബട്ട് എല്ലാവരും ചെയ്യുന്നു, നമ്മൾക്കും ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അധികം ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. ചില ആൾക്കാരുണ്ട് കറക്റ്റ് ഫിക്സ് മൈൻഡ് സെറ്റോടെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ബട്ട് അല്ലാണ്ട് മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ ചുമ്മാ ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. എനിക്കിപ്പോ നോക്കി ഈ ഒരു ഫീൽഡിൽ എനിക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകണം, അല്ലെ എനിക്കിപ്പോ MBA ചെയ്യണം, അല്ലെ അത് ഓക്കെ ഇതിപ്പോ എനിക്ക് റിക്വയർമെന്റ് ആണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അത് ഐ ആം നോട്ട് കൺസിഡറിങ് മൈ ഏജ്. ലൈക്ക് ഇപ്പൊ മെയിൻലി പ്രശ്നം ഇതാണ്, നമ്മൾ ഹയർ സ്റ്റഡീസ് ചെയ്യണം, കല്യാണത്തിന് മുന്നേ ഹയർ സ്റ്റഡീസ് ചെയ്യണം, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് അറിയാറിക്കല്ലോ എല്ലാവർക്കും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല, ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം അതിന്റെ മുന്നേ തന്നെ ചെയ്യണം. ബട്ട് എന്റെ കുറച്ച് ഡിഫറെന്റ് ആണ് മൈൻഡ് സെറ്റ്. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും? ലൈക്ക് ഹൗ വാസ് ദ സെഷൻ? ഇത് വല്ല ഗുണം ഉണ്ടായോ? കുറെ ആൾക്കാരൊക്കെ ലീവ് ചെയ്യുന്നത് കാണുന്നുണ്ട്. The session was great, man. നമുക്ക് റാപ്പ് അപ്പ് ചെയ്യാം അല്ലേ? വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ റാപ്പ് അപ്പ് ചെയ്യാം. ഹനാൻ ഒരു മിനിറ്റ്, ലവണ ചോദിച്ച ചോദ്യത്തിന് ഹൗ വാസ് സെഷൻ, അതായത് നിങ്ങൾ യു ആർ സോ ലക്കി. ഈ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, ടു ബി ലവണ ഈസ് നോട്ട് ഈസി. അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്. അവൾ അച്ചീവ് ചെയ്ത് ആ പൊസിഷനിൽ എത്തിപ്പെടുക എന്നുള്ളത് നോട്ട് ഈസി. ആ പൊസിഷനിൽ ഇപ്പോ ഗൂഗിളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് നേരിട്ട് അറിയാം, ഞാൻ പറഞ്ഞിരുന്നല്ലോ. സോ യു പീപ്പിൾ ആർ സോ ലക്കി. ലാവണ്യയുടെ ആ ജേർണി, ആ സക്സസ് ജേർണി ഷീ ഹസ് സ്റ്റഡീഡ് ബ്യൂട്ടിഫുള്ളി. ആ പറഞ്ഞ കാര്യങ്ങൾ, നെറ്റ്വർക്കിംഗ്, ലിങ്ക്ഡിൻ, അതുപോലെ സ്റ്റാർട്ടപ്പിലൂടെ ഇന്റേൺഷിപ്പ് ചെയ്യുക. സോ ഓൾ ദ പോയിന്റ്സ് പറഞ്ഞ വളരെ തോട്ട് പ്രോസസ് ഇസ് വെരി ക്ലിയർ ലാവണ്യ. താങ്ക് യു വെരി മച്ച്. കുട്ടികൾ യു ആർ സോ ലക്കി. ലാവണ്യയുടെ നമ്പറും ലിങ്ക്ഡിനൊക്കെ കണക്ട് ചെയ്യുക, പുള്ളിക്കാരായിട്ട് കണക്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഇൻപുട്സ്. സോ ടു ആൻസർ യു, wonderful session, Lavanya. Thank you very much. Thank you, sir. Thank you, Hanan and team, for arranging this session.
കാരണം എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, വൈഫ് ഗൂഗിളിലായതുകൊണ്ട് ഞാൻ അറിയാം നിങ്ങളുടെ. സാറുമായിട്ട് കണക്ട് ചെയ്യണം എനിക്കൊന്ന്. തീർച്ചയായിട്ടും. താങ്ക് യു. താങ്ക്സ്. ഓക്കെ, ഞാൻ സ്റ്റുഡൻസിന് നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിന്റെ വൈസ് കോർഡിനേറ്റർ ഇൻവൈറ്റ് ചെയ്യാണ്, ആര്യശ്രീ കെ. Hello, am I audible? Yes. Okay. Thank you so much, Lavanya ma'am, for such an inspiring and insightful talk session. On behalf of CEAAK, GCEK, and everyone present here, I extend our heartfelt gratitude to you for sharing your wonderful journey and experiences with us. A sincere thanks also to our chief guest, Mr. Shanoj sir, for blessing this occasion with your presence and encouraging us. Finally, I thank all the students and alumni who joined today's session and made it interactive. With that, we conclude the episode 2 of the CEAAK Career Talk series. Thank you, everyone, and have a wonderful evening. Thank Okay, you. ma'am. Thanks a lot for having me. Thank you. Thank you. Bye. Thank you, ma'am. Bye.